നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണവാതിലും കൊള്ളയടിച്ചു. വിശ്വാസത്തിന്റെ പൊൻകവചം തന്നെ പൊളിച്ചെടുക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് അയ്യപ്പന്റെ ആലയം തട്ടിയെടുത്തത്? പൊൻപാളികൾ എവിടെ പോയി? ആരാണ് ഇതിന് പിന്നിൽ? ഉദ്യോഗസ്ഥർ മാത്രമല്ലെന്ന് ഉറപ്പ്. ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ഗൂഢാലോചന പുറത്തു വരണം. ഹൈക്കോടതിയുടെ കണ്ടെത്തൽ നോക്കിയാൽ ഇത് സാധാരണ ഒരു അഴിമതി കഥയല്ല. ഇതാണ് വിശ്വാസത്തിന്റെ വിശ്വാസാഘാതം. ഹൈക്കോടതിയും ചോദിക്കുന്നു, ശ്രീകോവിലിന്റെ പഴയ വാതിലിലെ 2.5 കിലോ സ്വർണം എവിടെ? പുതിയ വാതിൽ പണിത ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൊതിഞ്ഞ വാതിലും കൊടുത്തോ? ഉപേക്ഷിച്ച നിലയിൽ കിട്ടിയ ഇപ്പോൾ സ്ട്രോങ് റൂമിലുള്ള വാതിൽ സ്വർണം പൊതിഞ്ഞ പഴയ വാതിലാണോ? ആര് ഉത്തരം തരും? അയ്യന്റെ ആലയം കൊള്ളയടിക്കപ്പെട്ടപ്പോൾ ഇനി പൊന്നു കൊള്ളയടിക്കുന്നവരെ ശബരിമലയുടെ താക്കോൽ ഏൽപ്പിച്ചുകൂടാ. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് ശബരിമല വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സമഗ്ര അഴിച്ചുപണിക്ക് സർക്കാർ തയ്യാറെടുക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി ചുമതലയേൽക്കാൻ പോവുകയാണ്. പഴയ ഭരണസമിതിയുടെ കാലാവധി ഈ മാസമാണ് അവസാനിക്കുന്നത്. കാലാവധി നീട്ടി നൽകേണ്ട എന്ന കാര്യം നേരത്തെ തന്നെ സർക്കാർ തീരുമാനിച്ചതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഹൈക്കോടതിയിൽ നിന്ന് തുടർച്ചയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിക്കെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളാണ്. മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുമെന്നുള്ള വ്യക്തമായ സൂചനകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. CPM ആ രീതിയിലാണ് ആലോചിക്കുന്നത്. ഏതെങ്കിലും CPM നേതാവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുത്തുവാൻ ഇപ്പോൾ പാർട്ടി ആലോചിക്കുന്നില്ല. പകരം മുൻ ചീഫ് സെക്രട്ടറിയും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുമായിരുന്ന കെ ജയകുമാറിന്റെ പേരാണ് CPM പരിഗണിക്കുന്നത്. വലിയ താമസമില്ലാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ന്യൂസ് 18 ഈ വാർത്ത ആദ്യം നൽകിയത്. കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുവാനുള്ള സാധ്യത കൂടിയിരിക്കുകയാണ്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എന്ന രീതിയിൽ അദ്ദേഹം സ്തുത്യർഹമായ സേവനം നേരത്തെ നൽകിയതാണ്. അതുമാത്രമല്ല, ശബരിമല മാനുവലിന് വിഘാതമായിട്ടാണ് കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസം ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത് എന്നുള്ള കാര്യം പരസ്യമായിട്ട് തന്നെ കെ ജയകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞതുമാണ്. ശബരിമലയിൽ നടക്കുന്നത് ശരിയായ കാര്യങ്ങളല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി നിയമിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് CPMഉം സർക്കാരും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സർക്കാരിന്റെ പ്രതിച്ഛായ കൂട്ടുവാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും. ഇനിയും ശബരിമലയെ കൊള്ളയടിക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് താക്കോൽ ഏൽപ്പിക്കുവാൻ സർക്കാർ ശ്രമിക്കരുത്. അത് സർക്കാരും ഇക്കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതിനാൽ തന്നെ കെ ജയകുമാറിനെ പോലെയുള്ള പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തെ കൊണ്ടുവരുവാൻ സർക്കാർ ആലോചിക്കുന്നു. അതിന്റെ അന്തിമ തീരുമാനം വരുമ്പോൾ അതിനനുസരിച്ച് വാർത്തകൾ നൽകാം. ഇപ്പോൾ അയ്യന്റെ പൊന്ന് കൊള്ളയടിക്കുന്നതിനൊപ്പം തന്നെയാണ് മുഖ്യ വാതിലും എടുത്തുകൊണ്ട് പോയത് എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധിയിൽ ഇതേക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. 2.5 കിലോ സ്വർണമാണ് ശ്രീകോവിലിന്റെ മുഖ്യ വാതിലിൽ പൊതിഞ്ഞിരുന്നത്. അത് 1998-99 കാലത്ത് വിജയ് മല്യ നൽകിയ സ്വർണമായിരുന്നു. പക്ഷേ 2019 ആയപ്പോൾ പുതിയ വാതിൽ അവിടെ വെക്കുകയായിരുന്നു. അപ്പോൾ പഴയ വാതിൽ എവിടെ? അതാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം. എല്ലാ ശ്രദ്ധയും ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികളിലേക്ക് തിരിഞ്ഞപ്പോൾ ഹൈക്കോടതി ഒടുവിൽ കണ്ടെത്തിയ ഒരു കാര്യമാണ്, ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളിയേക്കാൾ വിലമതിച്ചതായിരുന്നു ശബരിമല ശ്രീകോവിലിന്റെ മുഖ്യവാതിൽ. അവിടുത്തെ സ്വർണ്ണപ്പാളികൾ എവിടെ എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. ഇപ്പോൾ സ്ട്രോങ് റൂമിൽ ഒരു വാതിലുണ്ട്. പക്ഷേ ആ വാതിൽ യഥാർത്ഥ വാതിൽ തന്നെയാണോ എന്നുള്ള സംശയവും ഇപ്പോൾ ഹൈക്കോടതിക്കുണ്ട്. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ അനിൽ വിളയിൽ, രാഹുൽ ഈശ്വർ എന്നിവർ ചേരുകയാണ്. ശ്രീ അനിൽ വിളയിൽ, ഹൈക്കോടതിയുടെ ഉത്തരവ് വായിച്ചു നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അതിലുള്ളത്. എവിടെയാണ് ശബരിമല ശ്രീകോവിലിന്റെ മുഖ്യവാതിൽ? അതായത് അയ്യപ്പന്റെ കവചം അതെവിടെയാണ് എന്നുള്ള ചോദ്യമാണ്. ഒരു ഉത്തരവും ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അന്വേഷണ സംഘത്തിനും. അതിന്മേലുള്ള അന്വേഷണം തുടരുകയുമാണ്. അതെ, ശബരിമലയിലെ എല്ലാം പോയി കഴിഞ്ഞു. ഒരു തരി പൊന്നു പോലും ഇനി ശബരിമലയിൽ ഈ കാലത്ത് ഉണ്ടോ എന്നുള്ള കാര്യത്തിനെ പറ്റി കൂടി ഒരു ഫോറൻസിക് അന്വേഷണം നടക്കേണ്ട കാലഘട്ടമാണ്. നമുക്കറിയാം, 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ഒരു കാലഘട്ടമാണ് ഇതെല്ലാം തന്നെ. താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യത്തിനെ പറ്റി ഞാനിന്ന് പറഞ്ഞുകൊള്ളട്ടെ. ശ്രീ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനാക്കാനുള്ള ശ്രമം സർക്കാർ എടുത്തു എന്ന് പറയുമ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, വാസുവിനേക്കാൾ വലിയ കള്ളന്മാർ ഇനി മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇല്ല. അതുകൊണ്ട് വേറെ ഓപ്ഷൻ ഒന്നും ഇനി കള്ളന്മാരുടെ
കള്ളന്മാരെ പറ്റി ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരളത്തിലെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നെന്ന് തോന്നുന്നു. കാരണം എല്ലാ കള്ളന്മാരെയും പരീക്ഷിച്ചിനും കള്ളന്മാർക്ക് ഈ വാസുവിനെയും പത്മകുമാറിനേക്കാളും ഉപരിയായ കള്ളന്മാരില്ല എന്ന് സർക്കാരിന് മനസ്സിലായി കഴിഞ്ഞു. അതവിടെ നിൽക്കട്ടെ. താങ്കൾ ചോദിച്ച ചോദ്യത്തിനെ പറ്റി കൃത്യമായ മറുപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ആ ഉത്തരവിന്റെ 16-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. വിജയ് മല്യയുടെ കാലത്ത് സ്വർണം പൂശി നൽകിയിരുന്ന ആ വാതിലുകൾ എവിടെ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിശയത്തോടു കൂടി ചോദിച്ചിരിക്കുകയാണ്. അതിനകത്ത് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ വാതിൽ ഏകദേശം 324 ഗ്രാം സ്വർണം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആ വാതിലില് സ്വർണം പൂശിയിരുന്നത്. ആ വാതിൽ ഇളക്കി മാറ്റി യാതൊരു വിധമായ കേടുപാടുകളും ഇല്ലാതിരുന്ന ആ വാതിലുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആ വാതിൽ 2.5 കിലോ സ്വർണം, യഥാർത്ഥ വാതിൽ, അതായത് ശബരിമല ശ്രീകോവിലിലെ പഴയ വാതിലിൽ 2.5 കിലോ സ്വർണ്ണമാണ്. അത് പൂശിയതല്ല, സ്വർണം പൊതിഞ്ഞിരുന്നതാണ്. അത് വിജയ് മല്യ ക്ലാഡിംഗ് ആണ്, അത് സ്വർണം പൊതിഞ്ഞു എന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള 2.5 കിലോ സ്വർണം പൊതിഞ്ഞ വാതിലാണ് ഇളക്കിയെടുത്ത് മാറ്റിയത്. അത് 2019 മാർച്ചിലാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ശബരിമലയിലെ ഈ വലിയ സ്വാധീനത്തിന്റെ ആദ്യ പ്രകടന ലക്ഷണമായിട്ട് ഹൈക്കോടതി കണ്ടെത്തിയത് ഇതാണ്. നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ വിഷയത്തിലാണെന്നാണ്. പക്ഷേ ഹൈക്കോടതിക്ക് തന്നെ ബോധ്യം വന്നു, അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച ഒരു കത്തിൽ നിന്നായിരുന്നു വന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് നൽകിയ കത്തിൽ എനിക്ക് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ ആഗ്രഹമുണ്ട്, അതിനാൽ അതെനിക്ക് നൽകണം. ഞാൻ ഇതിനു മുൻപ് ശബരിമല ശ്രീകോവിലിലെ വാതിൽ മാറ്റിവെച്ച ആളാണല്ലോ എന്ന ഒരു മേനിനടിക്കൽ അദ്ദേഹം നടത്തിയിരുന്നു. അവിടെയാണ് ഹൈക്കോടതി കയറി പിടിച്ചത്. അപ്പോൾ ഇതേ വ്യക്തി തന്നെയാണല്ലോ ശ്രീകോവിലിലെ മുഖ്യവാതിൽ പണിതത്. അപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണം പോയി, എന്തിനാണ് ഈ മുഖ്യവാതിലിന് പകരം മറ്റൊരു വാതിൽ പണിയുന്നത്? അങ്ങനെ പോയാണ് ഹൈക്കോടതി അവിടെ പോയി എത്തിയത്. അതായത് മുഖ്യവാതിൽ, ശ്രീകോവിലിൻ്റെ വാതിൽ അത് പഴയതല്ല അവിടെ ഇപ്പോൾ ഉള്ളത്, പുതിയ വാതിലാണ്. അത് 2019 മാർച്ചിലാണ് പുതിയ വാതിൽ കൊണ്ടുവച്ചത്. അത് പണിതു വെച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പോൾ പഴയ വാതിൽ എവിടെയെന്ന്? അപ്പോൾ പഴയ വാതിലിൽ 2.5 കിലോ സ്വർണം, പുതിയ വാതിലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവച്ച വാതിലിൽ 324 ഗ്രാം സ്വർണം മാത്രം. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ആ 2.5 കിലോ സ്വർണം എവിടെയെന്നുള്ളതാണ്. അതെ 17 ഈ ദൈവത്തിന്റെ കൈ എന്ന് പറയുന്ന പോലെ തന്നെ 17/6/2019 ഉണ്ണികൃഷ്ണൻ പോറ്റി എഴുതിയ കത്തിൽ നിന്നാണ് ഇതിന്റെ തുടക്കമെന്ന് ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതി വളരെ വ്യക്തമായി അതിനെപ്പറ്റി സൂക്ഷ്മമായി വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 11/3/2019 എഴുതിയൊരു മഹസറുണ്ട്. ആ മഹസറിന്റെ കോപ്പി എന്റെയും ലഭ്യമാണ്. ആ മഹസർ അനുസരിച്ചുകൊണ്ടുള്ള കാര്യമാണ് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ആ വാതിലുകൾ ശബരിമലയില് പ്രതിഷ്ഠിക്കുന്ന അല്ലെ ശബരിമലയിൽ ഫിറ്റ് ചെയ്യുന്നതിനോടനുബന്ധിച്ച് തയ്യാറാക്കിയ മഹസറാണ്. ആ മഹസർ തയ്യാറാക്കിയിരിക്കുന്ന ഇപ്പോൾ കേസിൽ പ്രതിയായിട്ട് റിമാൻഡിൽ കഴിയുന്ന ശ്രീ ബി മുരാരി ബാബു ആണ്. ആ മഹസർ സൂചിപ്പിക്കുന്നത് 11/3/2019 എഴുതിയ മഹസറിൽ പറഞ്ഞിരിക്കുന്നത്, ശബരിമല ദേവസ്വത്തിലെ ശ്രീകോവിലിന്റെ പ്രധാന വാതിലിലെ കേടുവന്ന തേക്ക് നിർമ്മിച്ച് സമർപ്പിക്കുന്നതിന് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തന്റെ പൂർണ്ണമായ ചെലവിലും ഉത്തരവാദിത്വത്തിലും ചെയ്യുന്നതിന് അനുവദിച്ച് ദേവസ്വം ബോർഡ് ഓഫീസിലെ ഡാഷിലെ ROC 9097 നമ്പർ ഉത്തരവിനെ തുടർന്ന് 3/3/19 മഹസർ പ്രകാരം ചെമ്പിൽ സ്വർണം പൂശി ആയത് തേക്ക് തടിയിൽ തീർത്ത കതകിൽ പൊതിഞ്ഞ് പണി പൂർത്തിയാക്കി ഇന്നേ ദിവസം വൈകുന്നേരം 5 മണിക്ക് ശബരിമല സന്നിധാനത്ത് എത്തിച്ചിട്ടുള്ളതും തുടർന്ന് ശബരിമല ശ്രീകോവിലിന്റെ 2 പാളി കതകുകൾ ഊരി മാറ്റിയ ശേഷം ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ സമർപ്പിച്ച പുതിയ 2 പാളി കതകുകൾ സ്ഥാപിച്ചിട്ടുള്ളതും പഴയ 2 പാളികൾ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഏൽപ്പിച്ചിട്ടുള്ളതുമാണെന്നാണ് ഈ 11/3/2019 തയ്യാറാക്കിയ മഹസറിൽ പറയുന്നത്. ആ മഹസറിനെ പറ്റി പഠിക്കുമ്പോൾ തന്നെ 2 കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? ദേവസ്വം ബോർഡ് ഓഫീസിലെ ഡാഷാണ് ഇട്ടിരിക്കുന്നത്, ഏതിലെ ആണെന്നില്ല. ഡാഷിലെ ROC എന്ന ഉത്തരവ് പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി പുനർനിർമ്മിച്ചു കൊണ്ടുവന്നിരിക്കുന്ന കഥകൾ ഇന്നേ ദിവസം അവിടെ ഫിറ്റ് ചെയ്യുന്നെന്നും അതിന്റെ പഴയ കഥകൾ ഇളക്കി ഞങ്ങൾ മാറ്റി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഏൽപ്പിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീ മുരാരി ബാബു ആണ്. അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ തയ്യാറാക്കിയ മഹസർ നോക്കുമ്പോൾ അതിനകത്ത് സാക്ഷിയായി ഒപ്പിട്ടിരിക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കണം. ഗവൺമെന്റ് ദേവസ്വം ബോർഡിന്റെ സ്മിത്ത് ഒപ്പിട്ടിട്ടില്ല, തിരുവാഭരണ കമ്മീഷൻ ഒപ്പിട്ടിട്ടില്ല, തന്ത്രി ഒപ്പിട്ടിട്ടില്ല. ആകെ ഒപ്പിട്ടിരിക്കുന്ന വ്യക്തികൾ S ജയകുമാർ വാച്ചർ, VN വാസുദേവൻ നമ്പൂതിരി മേൽശാന്തി, R ശങ്കരനാരായണൻ, H ശബരിമല.
ഈ മൂന്ന് വ്യക്തികൾ എന്ന് വെച്ചാൽ കൃത്യമായി ശബരിമലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്വർണം ഉൾപ്പെടെയുള്ള ലോഹങ്ങളുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ തിരുവാഭരണം കമ്മീഷനും ദേവസ്വത്തിന്റെ സ്മിത്തും കൃത്യമായിട്ട് അത് സാക്ഷിയാവേണ്ടതാണ്. ഇളക്കി മാറ്റിയ കഥകിൽ എത്ര ഗ്രാം സ്വർണം ഉണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ ഏതു സ്വഭാവത്തിലുള്ള സ്വർണമാണെന്നോ ഈ മഹസൽ സൂചിപ്പിച്ചിട്ടില്ല. അതാണ് ചോദ്യം. അതാണ് ഹൈക്കോടതി ചോദിച്ചത്, ആ സ്വർണം എവിടെ? അപ്പോൾ ഹൈക്കോടതി ഒരു സംശയവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് എപ്പോഴോ ഇപ്പോൾ ഈ വാതിൽ കൊണ്ടുവച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി, പണിത് കൊണ്ടുവച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അവിടെയാണ് ഈ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് മാർച്ച് 11, 2019. അപ്പോൾ ആ സമയത്ത് പഴയ വാതിൽ ഇളക്കിയെടുത്തു. എന്നിട്ട് ആ ഇളക്കിയെടുത്ത വാതിലിലെ സ്വർണത്തിന്റെ അളവ്, അത് സ്വർണം ക്ലാഡ് ചെയ്തതാണല്ലോ, അതിലെ അളവ് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, പിന്നീട് ഈ കഴിഞ്ഞ ദിവസം വിജിലൻസിനോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ ഹൈക്കോടതി പറഞ്ഞപ്പോൾ തുടർന്ന് വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു വാതിൽ കണ്ടെത്തിയെന്നാണ്, വാതിൽ പാളികൾ കണ്ടെത്തി എന്നുള്ളതാണ്. എന്നിട്ട് അത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും ചെയ്തു. അതേതാണ് എന്നുള്ള സംശയം ഹൈക്കോടതി പ്രകടിപ്പിക്കുകയാണ്. ഇനി അതെങ്ങാനുമാണോ പഴയ വാതിൽ, മുൻപ് 2019 വരെ ഉണ്ടായിരുന്ന ആ വാതിലെന്ന് ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്വർണം എവിടെ? ഇനിയിപ്പോൾ ആ വാതിലിൽ സ്വർണം ക്ലാഡ് ചെയ്തതാണോ? പക്ഷേ ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി പോകുന്നത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണോ ആ രീതിയിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് എന്ന്. അതായത് ഇതിൻ്റെയൊക്കെ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് 2019 അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ എന്തിനു വേണ്ടിയാണ് 2019 അവിടെ ശ്രീകോവിലിന് ഒരു പുതിയ വാതിൽ പണിയുവാനുള്ള ഉത്തരവ് നൽകിയത് എന്ന കാര്യം വ്യക്തമാണല്ലോ. പഴയ വാതിൽ, സ്വർണം പൊതിഞ്ഞ പഴയ വാതിൽ, 2.5 കിലോ സ്വർണം ഉണ്ടായിരുന്ന പഴയ വാതിൽ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയാണ്. ആ വാതിൽ ഇപ്പോൾ കാണാനേ ഇല്ല. എന്തൊക്കെയാണ് ശബരിമലയിൽ നടന്നത്? ഇവിടെ നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ്. 2019-ലും 2024-ലും ദേവസ്വം ബോർഡിലെ പ്രസിഡന്റും അംഗങ്ങളും ഞങ്ങളുടെ തന്നെ ഇടതുപക്ഷത്തിന്റെ തന്നെ CPM-ന്റെയും CPI-യുടെയും പ്രതിനിധികളായി. ഈ പ്രതിനിധികളൊക്കെ നിയമിക്കുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് മഞ്ജുഷേ. അതായത് ഗവൺമെന്റിന്റെ കീഴിൽ നിരവധി ബോർഡുകളും കോർപ്പറേഷനുകളും ഉണ്ട്. ഇതിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി ബോഡികളും ഉണ്ട്, അല്ലാത്തതുമുണ്ട്. പക്ഷെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് 1949 ചിത്തിരനാൾ മഹാരാജാവും കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഉണ്ടാക്കിയ ഒരു കവനന്റിന്റെ അടിസ്ഥാനത്തിൽ ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1950 ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി നിലവിൽ വന്നു കഴിഞ്ഞാൽ നിയമപരമായി അതൊരു ആട്ടോണോമസ് ബോഡിയാണ്. അത് അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യും. അങ്ങനെ ദേവസ്വം ബോർഡിലേക്ക് പ്രസിഡന്റും മെമ്പർമാരെ ഗവൺമെന്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യാനുള്ള അധികാരം മാത്രമാണ് ഗവൺമെന്റിനുള്ളത്. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പരിപൂർണമായ ഉത്തരവാദിത്വം നിയമപരമായി അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയതുകൊണ്ട് പ്രസിഡന്റിനും മെമ്പർമാർക്കുമാണ്. ഇപ്പോൾ 2019 എന്തൊക്കെ അഴിമതി നടന്നിട്ടുണ്ടോ അതിന്റെ യഥാർത്ഥത്തിൽ 1, 2, 3 പ്രതികളാകേണ്ടത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുമാണ്. തുടർന്ന് 2024 നടന്ന അഴിമതിക്ക് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുമാകണം. തുടർന്ന് അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കും ആദ്യം കമ്മീഷണറും പിന്നീട് പ്രസിഡന്റുമായ വാസു. ആ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ കമ്മീഷണറായിരുന്നു, പിന്നീട് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. അപ്പോൾ യഥാക്രമത്തിൽ 1, 2, 3 പ്രതികളാകേണ്ടത് അവർ തന്നെയാണ്. അതിന് പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ CPM നേതൃത്വം CPI നേതൃത്വം അറിഞ്ഞുകൊണ്ടായിരിക്കും ഇത് ചെയ്തതെന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. മറിച്ച് ഇവരെ ഭരണസാരഥി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധമായിട്ട് ഏകദേശം 1200 ചില്ലുവാനും ക്ഷേത്രങ്ങളുടെ മേൽനോട്ടമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്നത്. ആ ക്ഷേത്രങ്ങൾ നടക്കേണ്ട അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ വ്യക്തമായിട്ടും അതിൻ്റെതായിട്ടുള്ള രീതി ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവരെ നിയമിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം പകല് പോലെ വ്യക്തമാണ്. ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ അമ്പല കൊള്ള ഈ ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, ദ്വാരപാലകർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കാവൽക്കാരാണ്. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ സെക്യൂരിറ്റി. ആ ദ്വാരപാലകരെ മോഷ്ടിച്ചോണ്ട് പോയാൽ പിന്നെ ദൈവത്തിന്റെ ഗതി എന്താവും? ഞാൻ ഈശ്വരവിശ്വാസിയല്ല, പക്ഷെ എങ്കിൽ പോലും അയ്യപ്പ നിന്നെ നീ തന്നെ കാത്തോണേ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാര്യം അല്ലെങ്കിൽ നാളെ അയ്യപ്പന്റെ വിഗ്രഹം പോലും അവിടെ കാണത്തില്ല. അപ്പോൾ ഇത് അങ്ങേയറ്റ അഴിമതിയാണ്. ഇതിനകത്ത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മുരാരി ബാബുവോ ഇവരെ ആരെങ്കിലും 3-4 പേരെ പ്രതിയാക്കിയാൽ പോരാ. വ്യക്തമായിട്ട് തന്നെ ഇതിന് നേതൃത്വം കൊടുത്ത ഇതിനകത്ത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവില്ലാതെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് എന്നുള്ള നിലയിൽ ആ ബോർഡ് കമ്മിറ്റി കൂടി എന്ത് തീരുമാനിക്കുന്നു അത് നടപ്പിലാക്കാൻ മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് അനുവാദം. അല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കോ കമ്മീഷണർക്കോ ഒന്നും യാതൊരു അധികാരവുമില്ല. പോറ്റിക്ക് പൂജാധികാരങ്ങളിലുള്ള അധികാരം പോറ്റിക്കും തന്ത്രിക്കും. പക്ഷെ ഉദ്യോഗസ്ഥരാണ് പ്രതികളാവുന്നത് എന്ന് മാത്രം. ഈ പ്രശാന്തൊക്കെ അടുത്ത ദിവസം വരെ ന്യായീകരിച്ചിരുന്നത് ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ല എന്നുള്ളതാണ്, എല്ലാം ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നതെന്നാണല്ലോ. അങ്ങനെ തന്നെയാണ് CPM നേതാക്കളും ഒക്കെ പറയുന്നത് അങ്ങനെയാണ്. ഉദ്യോഗസ്ഥർ ചെയ്യുന്നതിന് ഭരണസമിതി എങ്ങനെ ഉത്തരവാദികളാകുമെന്ന്. ഇപ്പോൾ N. വാസു പ്രതിയായത് പോലും
ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന രീതിയിലല്ല, ദേവസ്വം കമ്മീഷണർ ആയിരുന്ന സമയത്താണ് അദ്ദേഹം കൊടുത്തൊരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ പ്രതിയാക്കിയിരിക്കുന്നത് ആ വാതിൽ പാളികളുടെ കാര്യത്തിൽ. ഞാനൊരു കാര്യം കൂടെ പറയാൻ പറ്റേ, നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാന കാതൽ എന്ന് പറഞ്ഞാൽ ഇഗ്നറൻസ് ഓഫ് ലാ ഇസ് നോട്ട് എക്സ്ക്യൂസിബിൾ എന്ന്. ഇഗ്നറൻസ് ഓഫ് ആക്ട് എക്സ്ക്യൂസിബിൾ ആണ്. ഞാനൊരു ബോർഡിന്റെ ചെയർമാനായിട്ട് 5 വർഷം ഇരുന്നാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോർഡിന്റെ. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരു നിവർത്തിയില്ല. അതാണ് ഇഗ്നറൻസ് ഓഫ് ലാ ഇസ് നോട്ട് എക്സ്ക്യൂസിബിൾ. ഞാൻ പ്രതിയാണ്. എന്റെ ബോർഡ് ഒരു തീരുമാനം എടുത്ത് പുറത്തു പോകുമ്പോൾ അതിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നാം പ്രതി ഞാനാണ്. അതിന് തർക്കമൊന്നുമില്ല. ഞാൻ കൂടാതെ പിന്നെ അവിടെ ബോർഡ് ആ മിനിറ്റിൽ ഒപ്പിട്ട ബോർഡ് മെമ്പർമാരാണ് അതിലത്തെ പ്രതികൾ. ഞാൻ മാറിയുന്നതുകൊണ്ട് ഞങ്ങൾ തീരുമാനം എടുത്തു കൊടുത്തു, ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റ്. 2, ബോർഡ് തീരുമാനം ഇല്ലാതെയാണ് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ആ തീരുമാനങ്ങൾ പുറത്തു വന്നിട്ടില്ല, അതിന്റെ മിനിറ്റ്സ് ഇല്ല. അപ്പോൾ വലിയ അഴിമതി അവിടെ നടന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്സും ഇല്ല. എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും തീരുമാനമെടുത്തിട്ടില്ല, ഉദ്യോഗസ്ഥരാണ്. മിനിറ്റ്സ് ഇല്ല. പിന്നെ എങ്ങനെയാണ്? ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് മിനിറ്റ്സിൽ കൃത്യമായിട്ട് ഒരു രേഖയും ഇല്ല എന്നുള്ളത്. പക്ഷേ ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തു വിടുന്ന സമയത്തുള്ള ദേവസ്വം ബോർഡിന്റെ ഉത്തരവുകളും ഉണ്ട് കേട്ടോ. ഉത്തരവ് വന്നിട്ടുണ്ട്, അത് ഉണ്ട് താനും, അങ്ങനെയുണ്ട്. ശരി, ശ്രീ ഷാബു പ്രസാദ് ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നാലും അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ ഇതിനെ ന്യായീകരിക്കുന്നില്ല. ഉദ്യോഗസ്ഥരെ മാത്രമല്ല, അദ്ദേഹം ഭരണസമിതിയെയും പ്രതിയാക്കണം എന്ന കാര്യത്തിൽ ഉറച്ച നിലപാടുള്ളയാളാണ്. അത് നല്ലതാണ്. ആ കാര്യം പല ഇടത് നേതാക്കൾക്കും അതില്ല, പ്രത്യേകിച്ച് CPM നേതാക്കൾക്ക് അതുണ്ടാകാറില്ല. പക്ഷേ ഇടത് സഹയാത്രികനായ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു. അത് നല്ല കാര്യവുമാണ്. ശ്രീ ഷാബു പ്രസാദ്, ഈ ഹൈക്കോടതി കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ ഒരു ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളിയിൽ മാത്രമല്ല, മുഖ്യവാതിലിലുമുണ്ട്, അതുപോലെ തന്നെ വാതിൽ പടികൾ അവിടെ സ്വർണം പൂശിയ കാര്യത്തിലും ഇതിലെല്ലാം സ്വർണ്ണ തട്ടിപ്പ് നടന്നിരിക്കുകയാണ്. ഇത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങളെ നാണിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതിനേക്കാൾ ആസൂത്രണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ വാതിൽ അഴിച്ചുകൊണ്ട് പോയതൊക്കെ ഉണ്ടല്ലോ, പൂജ നടക്കുന്ന സമയത്താണ് ഈ വാതിൽ അഴിച്ച് അവിടെ അളവെടുത്ത് കൊണ്ടുപോയിരിക്കുന്നത്. ഇതൊക്കെ എവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്? അവിടെ കീഴ്ശാന്തി ഈ വാതിൽ അഴിച്ചു കൊടുക്കുകയായിരുന്നു, എന്നിട്ട് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുകയായിരുന്നു പിന്നീട്. അതുപോലെ 3 തവണ ഒരു തവണ ബാംഗ്ലൂരിൽ നിന്ന്, പിന്നീട് ഒരു തവണ ഹൈദരാബാദിൽ നിന്ന്, പിന്നെ ചെന്നൈയിൽ നിന്ന് 3 പ്രാവശ്യമായിട്ട് ഈ പുതിയ വാതിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഫിറ്റിംഗ് ശരിയാണോ എന്ന് നോക്കുന്നു. ഇതൊക്കെ അവിടെ നടന്നിട്ടും ഈ ഭരണസമിതിയിലെ ആരും അറിഞ്ഞില്ല എന്നാണോ? നോക്കൂ മഞ്ജുഷേ, ഞാൻ ഇതിനെ വേറൊരു ആംഗിളിലും കൂടെ കാണാനാണ് ശ്രമിക്കുന്നത്. ഒന്ന്, ഒരു പെരുങ്കള്ളൻ കൊടുത്ത സ്വർണമാണത്. അയ്യപ്പൻ ആ സ്വർണം വേണ്ട. അയ്യപ്പൻ ഈ സ്വർണത്തിൻ്റെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ പെരുങ്കള്ളൻ കൊടുത്ത സ്വർണം വേറെ അതിനേക്കാട്ടിൽ വലിയ പെരുങ്കള്ളന്മാരെ അതേ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ഭഗവാൻ അയ്യപ്പൻ തന്നെ കുടുക്കി. അത് ഞാനതിനെ അങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. ആലോചിച്ച് നോക്ക്, നമ്മൾ അതിൻ്റെ ആ ഒരു എന്താണ് കോയിൻസിഡൻസ് മുഴുവനും ഒന്ന് നോക്കൂ. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വിശ്വസിക്കേണ്ടി വരും. അയ്യപ്പന് അതായത് നിത്യബ്രഹ്മചാരിയായ യോഗിയായ അയ്യപ്പന് സ്വർണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഞാൻ എൻ്റെ ഒരു വിശ്വാസം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മറ്റൊന്ന്, ഇവിടെ അതായത് 2.5 കിലോ സ്വർണം ഉണ്ടായിരുന്നത് ഇപ്പോൾ ആകെ 300 ചില്ലാൻ ഗ്രാം സ്വർണം മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം ബാക്കി സ്വർണം മോഷ്ടിച്ചിരിക്കുന്നു, പോയിരിക്കുന്നു എന്നാണ്. മഞ്ജുഷ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു. ആ കോടതി ഉത്തരവിലും സംഭവമുണ്ട്. പൂജ നടക്കുമ്പോഴാണ്, നട തുറന്നിരിക്കുമ്പോഴാണ് ഈ വാതിൽ ഇളക്കിക്കൊണ്ട് പോകുന്നത്, വാതിൽ ഇളക്കി കൊടുക്കുന്നത്, പിടിക്കുന്നത്. ഇതല്ല. ഇവിടെ ഇവരൊക്കെ ഇതിൻ്റെ അകത്ത് കള്ളന്മാരാണ് എന്നുള്ളതിൽ ഉറപ്പിച്ചു. ഇപ്പം ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ ഇപ്പം ഈ ആദ്യം ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ബോർഡ് മെമ്പറിലേക്കും ബോർഡിലേക്കും വരെ എത്തിയിട്ടുണ്ട്. അതായത് ഈ കള്ളന്മാരിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കള്ളന് കഞ്ഞി വെച്ചവന്മാരിലേക്കും കൂടെ ഒന്ന് എത്തണമല്ലോ. ഈ കള്ളന്മാരെ അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത് ആരാണ്? അതിന്റെ ഉത്തരവാദിത്വം കൂടെ ഉണ്ടല്ലോ. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. അന്നേരം അടുത്ത ന്യായം വരികയാണ്, ഞങ്ങൾക്ക് നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ആ ബോർഡിനാണെന്നാണ്. അല്ല, അങ്ങനെയെങ്കിൽ ഈ അവിശ്വാസിയായ, വിശ്വാസമില്ലാത്ത ദേവസ്വം മന്ത്രി ഈ നട തുറക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ കടന്നു വരുന്നിടത്ത് അവിടെ ചെന്ന് ഈ തടസ്സം ഇവർക്ക് മുഴുവനും കടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിൽ ഒന്ന് തൊഴുക പോലും ചെയ്യാതെ കയ്യിലൊഴിച്ചു കൊടുക്കുന്ന തീർത്ഥജലം താഴെ കളഞ്ഞ് അവിടെ ഇങ്ങനെ അയ്യപ്പനെയും വിശ്വാസികളെയും മുഴുവനും അപമാനിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഈ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്നത് എന്തിനാണ്? അതൊക്കെ ദേവസ്വം ബോർഡ് നോക്കിക്കൊള്ളൂല്ലേ? എല്ലാ വർഷവും കാണുന്ന ഒരു കോമാളി കാഴ്ചയാണത്. അറപ്പ് വരുന്ന കാഴ്ച. യോമാരവിടെ പോയി നിൽക്കുന്നത്. ഇയാൾക്ക് എന്താ അവിടെ കാര്യം?
ഈ ശ്രീകോവിലിന്റെ മുമ്പിൽ ഈ ദേവസ്വം കാര്യം, അത് ദേവസ്വം ബോർഡിന്റെ സർക്കാരിനോ അല്ലെങ്കിൽ ഇവർക്കോ ഒന്നും ഇല്ലെങ്കിൽ ഈ ദേവസ്വം മന്ത്രി എന്ന് പറയുന്ന ഒരു സാധനം എന്തിനാ അപ്പൊ ഇവിടെ? എന്താ അവരുടെ ഉത്തരവാദിത്വം? അയാൾക്ക് എന്താ അവിടെ കാര്യം? ശ്രീകോവിലിന്റെ മുമ്പിൽ കാര്യം? അയാൾക്ക് വിശ്വാസമില്ല, ഒന്നുമില്ല. അവിടെ നിന്ന് അയാൾ എന്തോ ഉണ്ടാക്കാനായി പോകുന്നത്? അതൊന്നുമല്ല കാര്യം. ഇതൊരു കൂട്ടക്കൊള്ളയാണെന്നേ. ഇത് വളരെ കൂട്ടക്കൊള്ളയാണ് നടന്നിട്ടുള്ളത്. ഇത് എവിടം വരെ എത്തിയിട്ടുണ്ടെന്നുള്ളത് ഇനിയും വരും ദിവസങ്ങളിൽ അയ്യപ്പൻ തന്നെ കാണിച്ചു തരട്ടെ. ഇനി മറ്റൊരു കാര്യം, ഇപ്പം മഞ്ജുഷ ഇവിടെ പറഞ്ഞു, ആ കോടതി ഉത്തരവിലുണ്ട്, നട തുറന്നിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ശബരിമലയിൽ എന്നല്ല, ഇതുപോലെ ഏത് മഹാക്ഷേത്രങ്ങളിലും ആയിക്കോട്ടെ, ശ്രീകോവിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശ്രീകോവിലുമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പം തന്ത്രി അറിയാതെ ഒരു ഈച്ച പറക്കാൻ പറ്റുമോ? തന്ത്രി അറിഞ്ഞിട്ടില്ല, തന്ത്രി അറിയാതെയാണ് ഇത് മുഴുവൻ നടന്നത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? തന്ത്രിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? എന്തുകൊണ്ട് ഇതുവരെ തന്ത്രിയുടെ പേര് ഇതുവരെ പരാമർശിച്ച് കേട്ടില്ല? ഒരു വാജിവാഹനം കൊണ്ടുപോയി അദ്ദേഹം വീട്ടിൽ വെച്ചിരിക്കുന്നു എന്നുള്ളത് അറിയാം. അതിൻ്റെ പിന്നുള്ള അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഇവിടെ ധാർമ്മികമായിട്ടാണ്, നിയമപരമായിട്ടോ എന്തോ അല്ലെങ്കിലും ധാർമ്മികമായിട്ടാണെങ്കിലും തന്ത്രിയും ഇതിൻ്റെ ഉത്തരം പറയേണ്ടതുണ്ട്. തന്ത്രിക്കും ഇതിൻ്റെ അകത്ത് റോൾ ഉണ്ടോ എന്ന് സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അവിടെ അൾട്ടിമേറ്റ് അതോ പ്രത്യേകിച്ച് ശ്രീകോവിലിൻ്റെ വാതിലാണ്. അതും അതിൻ്റെ ആ ഉത്തരവിൻ്റെ അത് കണ്ട ഈ വാതിൽ ഇളക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒരു റിവേഴ്സ് ഹിഞ്ചസ് വെച്ചിട്ട് ടക്കെന്ന് വലിച്ചങ്ങെടുത്ത് അങ്ങ് കൊണ്ടുപോകാൻ പറ്റുന്ന വാതിൽ. ഹാങ് ചെയ്യണ രീതിയിലാണ്. അതുകൊണ്ട് അത് എടുക്കുന്നു, അത് അളവെടുക്കുന്നു, തിരിച്ചു വെക്കുന്നു. അങ്ങനെയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ശരിക്കും പറഞ്ഞാൽ ആ 16-ാമത്തെ പേജ് മുതൽ ആ ഉത്തരവ് വായിച്ചു നോക്കിയാൽ ഞെട്ടുന്ന കാര്യങ്ങളുണ്ട്, ഒപ്പം ചിരി വരുന്ന കാര്യങ്ങൾ പോലുമുണ്ട്. ഇങ്ങനെയൊക്കെ വളരെ ലാഘവത്തോടെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന്. ഇത് 3 തവണ എങ്ങാണ്ടോ ഈ വാതിലുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്നു, കാർപ്പൻറ്ററുമായിട്ട് വന്നു. ഇത് ആദ്യം അളവെടുത്തിട്ട് പിന്നെ തേക്ക് തടി വാങ്ങി ബാംഗ്ലൂരിൽ കൊണ്ടുപോയി വാതിലുണ്ടാക്കുന്നു. എന്നിട്ട് ആ വാതിൽ തിരിച്ച് സന്നിധാനത്ത് കൊണ്ടുവരുന്നു, അത് ഫിറ്റ് ചെയ്യുന്നത് നോക്കുന്നു, ശരിയാണോ, അളവ് ശരിയാണോ നോക്കുന്നു. പിന്നെ ഹൈദരാബാദിൽ കൊണ്ടുപോകുന്നു, ഹൈദരാബാദിൽ പോയി അത് ചെമ്പ് തകിട് പൂശുന്നു. പിന്നെ അവിടെ നിന്ന് തിരിച്ച് സന്നിധാനത്ത് കൊണ്ടുവരുന്നു, അളവ് കറക്റ്റാണോ നോക്കുന്നു. പിന്നെ ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശുന്നു, 324 ഗ്രാം സ്വർണം പൂശുന്നു, തിരിച്ച് സന്നിധാനത്ത് കൊണ്ടുവരുന്നു. അത് സ്വർണം പൂശലെല്ലാം പൂർത്തിയായി കഴിഞ്ഞ് വീണ്ടും ദിവസങ്ങളെടുത്തു. മാർച്ച് 3-ന് സ്വർണം പൂശൽ പൂർത്തിയായി, 11-നാണ് സന്നിധാനത്ത് കൊണ്ടുവരുന്നത്. ആ സമയം നാട് നീളെ ഈ വാതിലുമായി നടന്ന് ആളുകളിൽ നിന്ന് പണം പിരിക്കുന്നു. അതിൽ ജയറാമും ഉണ്ടല്ലോ. പിന്നെ കോട്ടയത്തൊക്കെ ഏതൊക്കെയോ വീടുകളിൽ കൊണ്ടുവരുന്നു, പൂജ നടത്തുന്നു, പിന്നെ സന്നിധാനത്ത് എത്തിക്കുന്നു, അവിടെ ഫിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ പഴയ വാതിൽ അഴിച്ചു മാറ്റുന്നു. അഴിച്ചു മാറ്റിയ വാതിൽ എവിടെ? ആർക്കും ഉത്തരമില്ല. ശ്രീ മഞ്ജുഷ്, 3 കാര്യങ്ങൾ. ഏകദേശം 10-12 വർഷം മുമ്പ് ശബരിമലയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് 10,000 രൂപ മുടക്കിയാണ് ഒരു വെബ്സൈറ്റ് തുടങ്ങിയത്. അപ്പം അന്ന് ഞാൻ സുധാകര സാറിനെയൊക്കെ വിളിച്ച് അദ്ദേഹമാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അതിനു മുമ്പ് ദേവസ്വം ബോർഡിനോട് പലവട്ടം പറഞ്ഞിരുന്നു നിങ്ങളൊരു വെബ്സൈറ്റ് തുടങ്ങണമെന്ന്. അപ്പോൾ നമ്മുടെ ഷാബുജി പറഞ്ഞത് കേട്ടപ്പോൾ പഴയ ദേവസ്വം ബോർഡിൻ്റെ മറുപടിയാണ് ഓർമ്മ വന്നത്. പുള്ളി ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ ആൾ എന്നോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അയ്യപ്പന് ഈ വെബ്സൈറ്റിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അയ്യപ്പന് ഈ വെബ്സൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ വരുന്ന ഭക്തർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അയ്യപ്പന് സ്വർണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് പാരമാർത്ഥിക തലത്തിൽ സത്യമാണ്. പക്ഷേ നമ്മൾ വ്യാവഹാരിക ലെവലിൽ ജീവിക്കുന്നതാണ്. അതായത് ശങ്കരാചാര്യസ്വാമികൾ പറയും 3 ലെവൽസ് ഓഫ് റിയാലിറ്റി ഉണ്ട്: പ്രാതിഭാസികം, വ്യാവഹാരികം, പാരമാർത്ഥികം. അതായത് അൾട്ടിമേറ്റ് ലെവലിൽ സ്വർണമോ അല്ലെങ്കിൽ രത്നമോ ഒന്നും യാതൊരു കാര്യവുമില്ല, പരബ്രഹ്മത്തിൽ നമ്മൾ ലയിക്കുന്നതാണ്. എന്നാൽ വ്യാവഹാരിക തലത്തിൽ മോട്ടിച്ചുകൊണ്ടുപോയ സ്വർണം ആര് തന്നാലും ഭക്തിയോടുകൂടി ഏകദേശം 1998-ൽ ഇന്ന് 20 കോടി രൂപയോളം വില വരുന്ന അല്ലെങ്കിൽ 25 കോടി രൂപയോളം വില വരുന്ന രീതിയിൽ അന്ന് പ്രത്യേകിച്ച് കേസിലൊന്നും പെടാത്ത, പ്രത്യേകിച്ച് യാതൊരു മോശം ട്രാക്ക് റെക്കോർഡും ഇല്ലാത്ത വിജയ മല്യ എന്നൊരു ഭക്തൻ ഏകദേശം 1.9 കോടി രൂപ മുടക്കി 30 കിലോഗ്രാം ചെയ്തതാണ്. അദ്ദേഹത്തിന് പിന്നീട് കേസ് വന്ന് കാണാം. അങ്ങനെ പലർക്കും എതിരെ കേസ് വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ കേസ് വന്നതുകൊണ്ട് ഒരാൾ ഭക്തിയോടുകൂടി എവിടെയെങ്കിലും സമർപ്പിച്ച കാര്യങ്ങൾ വേണ്ടാന്ന് പറയാൻ കഴിയൂ? ഇപ്പൊ അനിൽ അംബാനിയുടെ ED ധാരാളം പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അനിൽ അംബാനി ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊടുത്ത സാധനം കൊണ്ടുപോകട്ടെ എന്ന് കരുതാൻ കഴിയും? അങ്ങനെ നമുക്ക് കരുതാൻ കഴിയില്ല. അദ്ദേഹം തമാശയ്ക്ക് അല്ലെങ്കിൽ സരസമായി പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഒരു തരി സ്വർണം പോലും ദേവൻ അവകാശപ്പെട്ടതാണ്. ദേവനിൽ നിന്ന് കൊള്ളയടിച്ചു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ആ വിഷയത്തെ എക്സ്ട്രീംലി ഗൗരവത്തോടെ തന്നെ നമ്മൾ കാണണം. ആ സ്വർണം അയ്യപ്പന് വേണ്ട, പക്ഷേ അയ്യപ്പന്റെ വിശ്വാസികളായ നമുക്ക് അവിടെ ഇരിക്കുന്നത് കാണണം. ഇത് രാഹുൽ ഈശ്വറിന്റെ മാത്രം വാക്കുകളല്ല. ഇത് ദേവസ്വം ബോർഡിന്റെ ഹൈക്കോടതി വിധിന്യായത്തിൽ കോടതി എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ വന്ന ആർക്കും
തോന്നുന്ന അത്ഭുതവും ഭക്തിയും അവിടുത്തെ എന്താ പറയുക ഒരു പ്രത്യേക പോസിറ്റീവ് മെന്റാലിറ്റിയിലേക്ക് എത്തിക്കുന്നതാണ് ഈ സ്വർണം. അവിടെ എല്ലാവർക്കും ഇതറിയാം. അറിയാത്തവർക്ക് പോലും ബാക്കിയുള്ളവർ ഇത് പറഞ്ഞു കൊടുക്കും. നമ്മുടെ സുവർണക്ഷേത്രം, സിഖുകാർക്ക് സുവർണക്ഷേത്രമുണ്ട്. അവിടെയും ഗുരുനാനാക്കിനോ പരബ്രഹ്മത്തിനോ സ്വർണത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ സ്വർണ്ണ കുരിശു പള്ളിയിൽ ഉണ്ടാവുന്നത് സ്വർണത്തിലാണെങ്കിലും തങ്കത്തിലാണെങ്കിലും യേശുക്രിസ്തുവിന് വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. പക്ഷേ അത് നമ്മുടെ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ റിഫ്ലക്ഷൻ ആണ്. അതുകൊണ്ട് ആ വിഷയം വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. പക്ഷേ ഈ കഴിഞ്ഞ 6 വർഷവും ഇതിലിങ്ങനെ ഈ തിരിമറി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആർക്കും ബോധ്യമായിട്ടില്ല എന്നാണ് അല്ലേ? താങ്കളൊക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട് സജീവമായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. അത് കൃത്യമായിട്ട് ദേവസ്വം ബോർഡിലെ ആൾക്കാർക്ക് അറിയാം. ഇത് അല്ല ഒരു സെക്കൻഡ്, ഇത് രാഹുൽ ഈശ്വറിന്റെ അനുമാനമല്ല. ഹൈക്കോടതി വിധിയിൽ ഹൈക്കോടതി അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഹൈക്കോടതി വിധിയിൽ ഹൈക്കോടതി വളരെ എക്സ്പ്ലിസിറ്റ് ആയി ഏറ്റവും ഹയസ്റ്റ് ലെവൽ മുതലുള്ള ദേവസ്വം ബോർഡിലെ ഒഫീഷ്യൽസിന് ഈ കാര്യം അറിയാം എന്ന് ഹൈക്കോടതിയുടെ വിധിയിൽ പലതവണ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി 2, തന്ത്രിമാരെ കുറിച്ചൊരു തെറ്റിദ്ധാരണയാണ്. തന്ത്രി ക്ഷേത്രത്തിലെ ആചാര കാര്യങ്ങളിൽ, പൂജാ കാര്യങ്ങളിൽ മാത്രമാണ് അവസാന വാക്ക്. തന്ത്രിക്ക് ശബരിമലയിൽ മാത്രമല്ല ഏതൊരു അമ്പലത്തിലും ദേവന്റെ പിതൃസ്ഥാനീയനാണ്. തന്ത്രിക്ക് പൂജ ആചാര കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. അവിടെ മേടിക്കുന്ന ഒരു മൊട്ടുസൂചിയുടെ മേളിൽ പോലും തന്ത്രിക്ക് യാതൊരു അധികാരവും ഇല്ല. അതായത് ഒരു പ്രത്യേക പൂജയ്ക്ക് ഇന്ന പൂവ് വേണം എന്ന് ദേവസ്വം ബോർഡിനോട് പറയാനുള്ള റൈറ്റ് തന്ത്രിക്കുണ്ട്. അവർ ആ പൂവ് എവിടെ നിന്ന് മേടിക്കണമെന്നോ എങ്ങനെ കൊണ്ടുവരണമെന്നോ തുടങ്ങിയ കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. പക്ഷേ ഒരു സംശയം ചോദിച്ചോട്ടെ രാഹുൽ, ഇപ്പോൾ ഈ വാതിൽ മാറ്റണം എന്നുള്ള കാര്യം അത് തന്ത്രിയുടെ കൂടി സമ്മതത്തോടു കൂടിയല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ? മുഖ്യ ശ്രീകോവിലിന്റെ വാതിലാണല്ലോ, അതായത് അയ്യപ്പന്റെ കവചമാണത്. അതെ, ഈ ബ്രഹ്മശ്രീ കണ്ഠരര് രാജീവര് തന്നെ വളരെ കൃത്യമായി അദ്ദേഹത്തോട് മുരാരി ബാബു അടക്കമുള്ളവർ അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയും അങ്ങോട്ട് എഴുത്തു കൊടുക്കുകയും ശേഷമാണ് അവർ താൻ തിരിച്ചു മറുപടി കൊടുത്തതെന്ന് വ്യക്തമായി പറയുന്നു. തന്ത്രിക്ക് ഈ കാര്യത്തിൽ എന്ത് കൾപ്പബിലിറ്റി ഉണ്ടാകാനാണ്? തന്ത്രി, മേൽശാന്തി, പൂജ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വമോ അറിവോ ഇല്ല. നേരെ തിരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡോ ദേവസ്വം ബോർഡിന്റെ ഒഫീഷ്യൽസോ ചെയ്തതല്ലേ? ഇനി ഹൈക്കോടതി വിധിയിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇതൊരു ദുരൂഹമായ ഒരു വസ്തുത അവിടെ കിടക്കുകയാണ്. ഞാൻ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളിയെ കുറിച്ചല്ല പറയുന്നത്. വാതിലിന്റെ കാര്യം അത് കൂടുതൽ ദുരൂഹമാണല്ലോ. ഈ വാതിൽ അവിടെ മാറ്റി വെച്ചിട്ട് പഴയ വാതിൽ എവിടെ? ഇതൊന്നും ആർക്കും ഇപ്പോൾ ഇപ്പോൾ ഈ തന്ത്രി നേരിട്ട് പഴയ വാതിൽ എവിടെയെന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഒരു സംശയവും തോന്നില്ലേ ഇക്കാര്യത്തിൽ? എന്തിന് വാതിൽ മാറ്റി? ഈ പഴയ വാതിലിന് എന്തായിരുന്നു കുഴപ്പം? അത് ഇത്രയും എത്ര അളവെന്ന് ചിലപ്പോൾ അറിയില്ലായിരിക്കും. സ്വർണത്തിൽ പൊതിഞ്ഞതല്ലേ, പകരം കൊണ്ടുവച്ചത് വെറുതെ സ്വർണം പൂശിയൊന്നാണല്ലോ. ഇത് ഇങ്ങനെ ഒരു സംശയവും ഉണ്ടാവുകയില്ല എന്നാണ്. ഞാൻ മഞ്ജുഷിനോട് തിരിച്ചു ചോദിക്കാം. മഞ്ജുഷും ഞാനും അടക്കം ഞാൻ സംശയം ചോദിച്ചാണ്. അങ്ങനെയല്ല, എത്രയോ വർഷം ശബരിമല കവർ ചെയ്യുന്നതാണ്, മകരവിളക്കിലൊക്കെ സ്ഥിരം പോയി കവർ ചെയ്യുന്നതാണ്. നമുക്ക് സ്വർണം പതിച്ചതും സ്വർണം പ്ലേറ്റ് ചെയ്യുന്നതും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുമോ? ശബരിമലയെ സിമ്പിളായിട്ട് നടന്നിരിക്കുന്നത് എന്താ? ഉദാഹരണം, ദ്വാരപാലക ശില്പങ്ങളിൽ 1.5 കിലോഗ്രാം ഗോൾഡ് 24 ക്യാരറ്റ് തനി തങ്കം പതിച്ചിരുന്നു, അല്ലെങ്കിൽ പൊതിഞ്ഞിരുന്നു. ഇപ്പം മാറ്റി 361 ഗ്രാം സ്വർണ്ണ പ്ലേറ്റിംഗിലേക്ക് മാറ്റി. നമ്മുടെ വാതിലിൽ 2600 അല്ലെങ്കിൽ 2.5 കിലോഗ്രാം സ്വർണം ക്ലാഡിംഗ് ചെയ്തിരുന്നു. ആ ക്ലാഡിംഗ് ചെയ്ത് ഇപ്പം 361 ഗ്രാം 400 ചില്ലാൻ അടുപ്പിച്ചുള്ള ഗ്രാം ആക്കി. ഇത് നമുക്ക് കണ്ടാൽ എങ്ങനെ അറിയാൻ പറ്റും? അതായത് ഗോൾഡ് ക്ലാഡിങ്ങിനേക്കാൾ തിളക്കമുള്ള രീതിയിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്യാനും അതിൽ മഞ്ഞ കളർ കൂട്ടിയടിക്കാനും ഉള്ള ധാരാളം വസ്തുതകൾ ഇന്നുണ്ട്. അത് സെന്തിൽനാഥൻ അടക്കമുള്ളവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ ഭക്തർക്കോ തന്ത്രിക്കോ മേശാന്തിക്കോ എങ്ങനെ അറിയാൻ കഴിയും? ഇതൊരു പോളിസി ഡിസിഷൻ എടുക്കുന്നതല്ലേ? ആ പോളിസി ഡിസിഷനിൽ തന്ത്രി അന്ന് സമ്മതം മൂളിയാൽ മതി എന്നാണോ? തന്ത്രിക്ക് എന്ത് പോളിസി നേരെ തിരിച്ച് ഈ വാതിൽ കൊണ്ടുവെക്കുമ്പോൾ അതിനെ പവിത്രീകരിക്കാനും അല്ലെങ്കിൽ അതിന്റെ സമയം തുടങ്ങിയ കാര്യങ്ങൾ തന്ത്രിക്കാക്കാം. ഉദാഹരണം, പഴയ വാതിൽ എവിടെ വെക്കണമെന്ന് പോലും തന്ത്രിക്ക് പറയാൻ റൈറ്റുമില്ല, തന്ത്രി പറയാറുമില്ല. തന്ത്രി പറയാറുമില്ല. ഈ പഴയ അമ്പലങ്ങളിലെ പല വിഗ്രഹങ്ങളും, അതായത് ആ വിഗ്രഹങ്ങളുടെ ചൈതന്യം തിരിച്ചാവാഹിച്ചു കഴിഞ്ഞാൽ തന്ത്രിമാർ സൂക്ഷിക്കുന്നത് നഷ്ടപ്പെടാതിരിക്കാനാണ്. വാജിവാഹനം അടക്കമുള്ള കാര്യങ്ങൾ ബ്രഹ്മശ്രീ കണ്ഠരര് രാജീവര് തന്നെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോധപൂർവം തന്ത്രി അടക്കമുള്ള പലരെയും കൊണ്ടുവന്ന് ഫോക്കസ് നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇവിടെ ശ്രീ ബലദേവ് എടുത്ത നിലപാട് വളരെ സ്വാഗതാർഹമാണ്.
ഈ ദേവസ്വം ബോർഡുകാരോടെല്ലാം വ്യക്തിപരമായ ബന്ധമുള്ളതും കുടുംബ സുഹൃത്തുക്കളുള്ളതും വർഷങ്ങളുടെ പരിചയമുള്ളവരാണ് ഞാനടക്കമുള്ള ഒരുപാട് പേർ. പക്ഷേ അവരെ ശക്തമായി കുറ്റക്കാരെന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ ഹൈക്കോടതി പറയുമ്പോൾ നമ്മൾ അവരെ തള്ളിക്കളയുകയും അവർ ചെയ്ത തെറ്റിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ആ വിടവിലൂടെ രക്ഷപ്പെടാൻ പലരും ശ്രമിക്കും. വളരെ കറക്റ്റാണ്. അവരെ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. കാരണം ദേവസ്വം ബോർഡ് ഭരണസമിതി തന്നെയാണ് ഇതിലെ പ്രാഥമിക കുറ്റക്കാർ. ഉദ്യോഗസ്ഥരും ഭരണസമിതിയും തമ്മിലുള്ള ഒരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് അവർ കുറ്റക്കാർ തന്നെയാണെന്ന്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആദ്യം തൊട്ട് പറയുന്ന വ്യക്തിയാണ് ഞാൻ. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബുവിനെ അടക്കം അറസ്റ്റ് ചെയ്യണം. ബാക്കി ആരെങ്കിലും വിചാരിച്ചാൽ, ഇൻക്ലൂഡിംഗ് തന്ത്രി, മേൽശാന്തി, നമ്മളോ ലോകത്തിൽ ആരെങ്കിലും വിചാരിച്ചാലും സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് മാത്രം എഴുതാൻ പറ്റൂ. ആ സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് മാത്രം എഴുതുന്നത് ദേവസ്വം ബോർഡിന്റെ പോളിസി ഡിസിഷൻ അല്ലേ? ആ ഡിസിഷന്റെ എതിർപ്പുണ്ടോ ഷാബു? അതിൽ എതിർപ്പുണ്ടോ? പോളിസി ഡിസിഷൻ ആണ്. ഇപ്പോൾ തന്ത്രി ഇതിനകത്തേക്ക് വലിച്ചിടിച്ചു കൊണ്ടുവന്നാൽ മറ്റുള്ളവർ രക്ഷപ്പെടും. തന്ത്രിയുടെ കാര്യം കോടതി ഒന്നും പറഞ്ഞിട്ടുമില്ല ഇതുവരെ. മഞ്ജുഷേ, ഇപ്പൊ ഇവിടെ സർക്കാരിന് യാതൊരു ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളിൽ സർക്കാരിനോ CPM പാർട്ടിക്കോ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമപരമായി ശരിയാണ്. പക്ഷെ എൻ്റെ ചോദ്യം വളരെ, ശ്രീകോവിൽ അയ്യപ്പൻ്റെ ശ്രീകോവിൽ ഇരിക്കുന്ന ആ അയ്യപ്പൻ്റെ വിഗ്രഹം ഇരിക്കുന്ന ആ ശ്രീകോവിലിൻ്റെ പ്രധാന വാതിൽ ഇളക്കി എടുത്തുകൊണ്ട് പോകുന്നതിൽ തന്ത്രിയുടെ അനുവാദമില്ല, തന്ത്രിക്ക് അതിൻ്റെ അകത്ത് ഒരു റോളുമില്ല എന്ന് പറഞ്ഞാൽ, തന്ത്രി അത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സാമാന്യ ബോധമുള്ളവർക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. സാമാന്യ ബോധമുള്ളവർക്ക്. അതായത് അതുമല്ല, ഈ വാതിൽ ഇപ്പൊ പറഞ്ഞ എനിക്കോ നിങ്ങൾക്കോ അറിയാൻ പറ്റില്ല, ശരി, ഞാൻ സമ്മതിക്കുന്നു. ഒരു പക്ഷേ തന്ത്രിക്കും അറിയാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ഈ വാതിലിൽ എന്നും എല്ലാ മാസവും എഴുന്നേറ്റ് തുറക്കുന്നതും അടയ്ക്കുന്നതും ഈ വാതിൽ ഏറ്റവും അധികം കൈകാര്യം ചെയ്യുന്നത് ഈ മേൽശാന്തിയും തന്ത്രിയും ഒക്കെ തന്നെയാണ്. അവർക്ക് അതിൻ്റെ അകത്ത് ചിലപ്പം അവർ സ്വർണ്ണ എനിക്കൊരു അത്ഭുതം തോന്നിയ ഒരു കാര്യമുണ്ട്. അതായിരിക്കും ഈ താങ്കളും നേരത്തെ അത് പറഞ്ഞു തുടങ്ങിയത്. ഹൈക്കോടതിയുടെ ഈ ഉത്തരവിൽ പറയുന്നത് എങ്ങനെയാണ് ആ വാതിൽ അവിടെ നിന്ന് അഴിച്ചെടുത്തതിനെ പറ്റി താങ്കളും അത് പറയുകയുണ്ടായി. ഞാനും പറഞ്ഞിരുന്നു, പൂജ നടക്കുന്ന സമയത്താണ്. അത് ഹൈക്കോടതിയുടെ ഉത്തരവിൽ അത് വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ദ ഈ സമയത്താണോ ഇത് ചെയ്യേണ്ടത്? വാചകം ഇങ്ങനെയാണ്: മിസ്റ്റർ പോറ്റി എംപ്ലോയ്ഡ് വൺ മിസ്റ്റർ നന്ദൻ, എ കാർപ്പന്റർ, ആൻഡ് ഹി വാസ് brought to Sannidhanam to take the measurements of the main door. As Nandan had come to Sannidhanam during the period when the nada was open. അത് ഹൈക്കോടതി എടുത്തു പറയുന്നുണ്ട്. അത് അറിയുന്നതിന് വേണ്ടി തന്നെ ആയിരിക്കണം ഹൈക്കോടതി അങ്ങനെ പറഞ്ഞത്. കീഴ്ശാന്തിസ് ഹാഡ് റിമൂവ്ഡ് ദ ഡോർസ് ആൻഡ് ഹാൻഡഡ് ഓവർ ടു ഹിം ഫോർ ടേക്കിംഗ് ദ മെഷർമെന്റ്സ് ആൻഡ് thereafter the doors were placed back എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നട തുറന്നിരുന്ന സമയത്ത് കീഴ്ശാന്തികളാണ് അതെടുത്ത് നൽകിയത് എന്ന്. അതിന് കുഴപ്പമില്ലേ? മഞ്ജുഷ, എന്ത് കുഴപ്പമാണ്? ദേവസ്വം ബോർഡ് വന്ന് പറയുകയാണ് ഞങ്ങൾക്ക് ഒരു സ്പോൺസറെ കിട്ടി, മുമ്പുള്ള ഗോൾഡ് ക്ലാഡിങ്ങിനേക്കാൾ മെച്ചപ്പെട്ട ഗോൾഡ് ക്ലാഡിംഗ് കൊണ്ടുവരാൻ ഞങ്ങൾ തീരുമാനിച്ചു. നമുക്ക് വെറുതെ ഒരു സിറ്റുവേഷൻ ആലോചിക്കാം. ഇപ്പൊ 2.5 കിലോഗ്രാം അല്ലേ, പകരം 5 കിലോഗ്രാം തനി സ്വർണത്തിൽ ക്ലാഡ് ചെയ്ത ആ നമ്മുടെ വാതിലാണ് തിരിച്ചു വന്നതെന്നിരിക്കട്ടെ. ഈ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? കീശാന്തിമാരോട് പറയുന്നു, അതവിടെ ഞാൻ ശബരിമല ശ്രീകോവിൽ ഉള്ളിൽ കയറി തന്ത്രി തുറന്നു പറയണമെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. തന്ത്രി തുറന്നു പറഞ്ഞല്ലോ. തന്ത്രി താങ്കൾ പറഞ്ഞതുപോലെ 5 കിലോ സ്വർണം കൊണ്ടുവന്ന ഇവിടെ ഈ കുറച്ചുകൂടെ ഗംഭീരമാക്കാം ഈ വാതില്, അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് എന്ന് തന്ത്രിക്ക് പറയാമല്ലോ. അങ്ങനെയല്ലല്ലോ തന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഒരു സെക്കൻഡ്, 2.5 കിലോഗ്രാം വരെയാണെന്ന് അതുവരെ ആർക്കെങ്കിലും അറിയായിരുന്നു? ഈ ഡീറ്റെയിൽസ് ഈ റെക്കോർഡെല്ലാം നമുക്കറിയായിരുന്നു. ദേവസ്വം ബോർഡുകാർക്ക് നമ്മളെങ്ങനെ അറിയാനാണ്? നമുക്ക് ശബരിമലയായിട്ട് എന്താണ് ബന്ധമുള്ളത്? നേരെ തിരിച്ചാണ്. താങ്കൾ എന്തെങ്കിലും അനാവശ്യമായി പറയണം. അനാവശ്യമായി മുരാരി ബാബു തനിക്ക് എഴുത്ത് തന്നതാണ് എന്ന് തുറന്നു പറയണം. മുരാരി ബാബു തനിക്ക് എഴുത്ത് തന്നിട്ട് തന്നെയാണ് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, പറയണം.
എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നമ്മൾ തന്ത്രിയെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാരണം അതിനേക്കാൾ വലിയ തട്ടിപ്പ് നടത്തിയ ആളുകൾ അതിൽ പറഞ്ഞു പോകും. നമ്മൾ തന്ത്രിയിലേക്ക് പോകണ്ട. ശരി, പക്ഷെ ന്യായമായ ഒരു ചോദ്യമാണ് കേട്ടോ. തന്ത്രി ഒന്നും അറിഞ്ഞില്ലേ, ശാന്തിമാർ അറിഞ്ഞില്ലേ എന്നൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. അല്ലല്ല, അതിന്റെ മറുപടി ഒറ്റ വരിയിൽ പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഹൈക്കോടതി പറയണ്ടേ? ഹൈക്കോടതി തന്ത്രിയിൽ എന്തെങ്കിലും സംശയം പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഹൈക്കോടതി പോലും പറയാത്ത തന്ത്രിയെ വലിച്ചിടുന്നത് CPM-കാർക്ക് ഡിഫൻസ് കൊടുക്കാനാണ്. CPM-കാർക്ക് ഡിഫൻസ് കൊടുക്കാനും അവർക്ക് പരിചയ കൊടുക്കാനും വേണ്ടി ഇപ്പൊ സഖാവ് അനിൽകുമാറിനെ ഹൈക്കോടതി സർക്കാരിനെയും CPM-നെയും ഒന്നും പറഞ്ഞിട്ടില്ല. ഒഫീഷ്യൽ റെക്കോർഡുള്ള കാര്യം മാത്രമേ അനിൽ വിളയിൽ ഇവിടെ 2019 എന്തുകൊണ്ട് ഇത് അറിയാതെ പോയി, ഇത്രയും പരസ്യമായിട്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടും എന്തുകൊണ്ട് അറിയാതെ പോയി എന്നുള്ളതാണല്ലോ. മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശരി അനിൽ, കോടതി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇതിനകത്ത് ഈ ചർച്ച കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുവരെ കേരളത്തിലെ ഒറ്റ മാധ്യമവും ചർച്ച ചെയ്യാതെ പോയ ഒരു വിഷയം ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തന്ത്രിയും മന്ത്രിയും ഒക്കെ ഇക്കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ അറിഞ്ഞവർ തന്നെയാണ്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ വിമർശനത്തിന് അതീതമായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. കേരളത്തിലെ ബാക്കി വകുപ്പുകൾക്ക് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ജുഡീഷ്യൽ ആയിട്ടുള്ള ഓവർലുക്ക് ദേവസ്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഹൈക്കോടതിക്കുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഹൈക്കോടതി എല്ലാ വർഷവും 3 4 വർഷം കൂടുമ്പോൾ ഒരു സ്പെഷ്യൽ കമ്മീഷണറെ അവിടെ നിയമിക്കുന്നുണ്ടല്ലോ. ശബരിമലയിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടക്കുന്നുണ്ട് എന്നും അത് നോക്കാനും അത് മനസ്സിലാക്കാനും യഥാസമയം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കാനും വേണ്ടി ജില്ലാ ജഡ്ജിയുടെ റാങ്കിലുള്ള ഒരു ജുഡീഷ്യൽ ഓഫീസറെ ശബരിമലയിൽ പ്രത്യേകമായി നിയമിക്കാറുണ്ട്. ഈ 2019 കാലയളവിൽ അവിടെ ചുമതല ഉണ്ടായിരുന്ന ഈ ജുഡീഷ്യൽ ഓഫീസർ അല്ലെ സ്പെഷ്യൽ കമ്മീഷണർ എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല? നമ്മൾ അന്വേഷിക്കുന്നില്ല. ഇതേവരെ അതിനെപ്പറ്റി ഒരു തർക്കവും ഒരു ആക്ഷേപവും ആരും ഉന്നയിക്കാതിരുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പേടിച്ചായിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന് പ്രസക്തിയില്ല. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ കൃത്യമായ സമയത്തും കൃത്യമായ അവസരങ്ങളിലും അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യത സ്പെഷ്യൽ കമ്മീഷണർക്ക് 2025 സെപ്റ്റംബറിൽ അത് സംഭവിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ തട്ടിപ്പുകൾ മുഴുവൻ 2019 തട്ടിപ്പ് നടത്തിയ സമയത്ത് സ്പെഷ്യൽ കമ്മീഷണർ ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ സ്പെഷ്യൽ കമ്മീഷണർ എപ്രകാരമാണോ ഹൈക്കോടതിയെ കാര്യങ്ങൾ ധരിപ്പിച്ചത് അതേപോലെ തന്നെ അന്നത്തെ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ ഈ കാരണങ്ങൾ ധരിപ്പിച്ചിരുന്നു എങ്കിൽ ഈ 2025 തട്ടിപ്പ് ഉണ്ടാവുകയില്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. സ്പെഷ്യൽ കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതിയുടെ ജഡ്ജിമെന്റിനകത്തെ 15ാമത്തെ പേജ് നമ്മൾ പരിശോധിക്കുമ്പോൾ എത്ര ഉദാസീനമായിട്ടും ഉത്തരവാദിത്തം ഇല്ലാതെയുമാണ് ദേവസ്വം ബോർഡ് അവരുടെ മിനിറ്റ്സുകളും രേഖകളും കൈകാര്യം ചെയ്യുന്നതിനെ പറ്റി വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 21/10/2025 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്കുകൾ ഇവിടെ ഹാജരാക്കിക്കാൻ SITയോട് നിർദ്ദേശം കൊടുത്തത്. SIT ഹാജരാക്കിയ ആ മിനിറ്റ്സ് ബുക്ക് അനുസരിച്ചുകൊണ്ട് 28/7/2025 വരെയുള്ള മിനിറ്റ്സുകൾ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഓർക്കണം, 28/7/2025 ഈ വിവാദം ഉണ്ടായത് എന്നാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അന്നേരം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ രണ്ടാമത്തെ കട്ടള അല്ലെങ്കിൽ ദാരുശില്പങ്ങളുടെ അത് കൊണ്ടുപോയ സമയത്തിനെ പറ്റിയുള്ള യാതൊരു കാര്യവും ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിലില്ല. എന്തായിരുന്നു ഇതുവരെ പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനൊരു പാവമാണ്, എന്റെ ഭാഗത്തുനിന്ന് യാതൊരു വീഴ്ചയുമില്ല. ആരായിരുന്നു ഈ മിനിറ്റ്സ് ബുക്ക് കൈകാര്യം ചെയ്യേണ്ടിരുന്ന വ്യക്തി? ആരുടെ ഭാഗത്തെ വീഴ്ച കൊണ്ടാണ്? എന്താണ് പ്രശാന്തിനെ രണ്ടാമതായി പരിഗണിക്കുന്നതിന് തടസ്സമായി നിന്ന ഘടകം? ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം തന്നെയാണ്. അത് രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ തന്നെ ഇതൊന്നും തന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതൊന്നും അംഗീകരിക്കാൻ ഈ നാട്ടിലെ അരിയാഹാരം കഴിക്കുന്ന ആരും തയ്യാറാവത്തില്ല. കാരണം തന്ത്രി ബാക്കി ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവ ചടങ്ങുകളിൽ മാത്രമാണ് തന്ത്രി പോകുന്നത്. പക്ഷെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എന്ന് നട തുറന്നാൽ അന്നൊക്കെ തന്നെ തന്ത്രിയും അവിടെ ഉണ്ട്. അവിടെ ഒരു വർഷക്കാലത്തേക്ക് വരുന്ന മേൽശാന്തിമാരെക്കാൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അവിടെ ഭരിക്കാൻ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരെക്കാൾ എക്സിക്യൂട്ടീവ് ഓഫീസർമാരെക്കാൾ ഏറ്റവും കൂടുതൽ അവിടെ കാഴ്ചകൾ കാണുകയും അവിടുത്തെ ഓരോ ദിവസവും ഓരോ ചലനങ്ങളും മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് തന്ത്രിയാണ്. പക്ഷെ അവിടെ രാഹുൽ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അനിൽ വിളയിൽ രാഹുൽ ചോദിച്ച ചോദ്യമുണ്ട്. ഈ തന്ത്രി എങ്ങനെ അറിയാനാണ് അവിടെ ഈ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ സ്വർണമായിരുന്നു, അതിനെ ചെമ്പെന്ന് രേഖപ്പെടുത്തുകയായിരുന്നു എന്നുള്ള കാര്യം അതെങ്ങനെ തന്ത്രി അറിയാനാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഒരിടത്തും തന്ത്രിയെ കുറിച്ച് പറയുന്നുമില്ലല്ലോ. ഹൈക്കോടതിക്ക് പോലും ആ സംശയം ഉണ്ടായിട്ടില്ലല്ലോ എന്ന്.
ഇപ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ ഇത്തരത്തിലുള്ള മരാമത്ത് പണികളോ നടക്കുമ്പോഴുള്ള മിനിറ്റ്സിനകത്ത് സ്വാഭാവികമായിട്ടും ഒപ്പിടേണ്ട ഒരു വ്യക്തി തന്നെയാണ് ഈ തന്ത്രി എന്ന് പറയുന്നത്. എത്രയോ മിനിറ്റ്സുകളിൽ അദ്ദേഹത്തിന്റെ ഒപ്പുകളുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നമുള്ള കേസുകളുടെ ഒപ്പുകൾ അദ്ദേഹം ഇടാതെ? വേണ്ടതാണോ മഹസറിൽ? എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. പിന്നെ അദ്ദേഹം ഒപ്പിട്ടിട്ടുള്ള എത്രയോ മഹസറുകളുണ്ട്. മഹസർ ഇല്ലെന്ന് രാഹുൽ ഈശ്വറിന് പോലും പറയാൻ സാധിക്കത്തില്ല. കണ്ഠരര് രാജീവൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള മഹസറുകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കേസിന്റെ അന്വേഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതുവരെ ഉദ്യോഗസ്ഥന്മാരിലേക്കും അല്ലെങ്കിൽ 2 ബോർഡുകളിലേക്കും മാത്രം വിരൽ ചൂണ്ടിയത് അവരുടെ ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. രാഹുൽ, അതിനൊരു കാര്യം എന്ന് പറയാൻ, ഈ മഹസർ എന്ന് പറയുമ്പോൾ 11/3/2019 അന്നാണല്ലോ ഈ വാതിൽ തിരികെ കൊണ്ടുവച്ചത്. ആ മഹസർ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മഹസറിൽ ഈ പഴയ എടുത്തു മാറ്റിയ വാതിലുണ്ടല്ലോ, അതിൽ എത്ര സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല. 11/3/2019 തയ്യാറാക്കിയ മഹസർ എന്ന് പറഞ്ഞ ഇൻകംപ്ലീറ്റ് ആണ്. ഞാൻ പറഞ്ഞത് അതിൽ തന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ടോ എന്നാണ് രാഹുൽ അതായിരിക്കും ചോദിക്കുന്നത്. തന്ത്രി ആ ദിവസം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, തന്ത്രി ആ ദിവസത്തെ അവിടുത്തെ അറ്റൻഡൻസ് ബുക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹാജരോ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഇതിനകത്ത് ഒപ്പിടേണ്ട വ്യക്തി തന്നെയായിരുന്നു. അത് പരിശോധിക്കണം. ചിലപ്പോൾ അദ്ദേഹം അവിടെ ഇല്ലെങ്കിൽ ഒപ്പിട്ടില്ല, ശരിയാണ്. അദ്ദേഹം അന്നത്തെ ദിവസം ശബരിമലയിൽ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒപ്പിന് പ്രസക്തിയില്ല, അദ്ദേഹം ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ നോക്കേണ്ടത്, ആ അഴിച്ചു മാറ്റിയ ആ കതകിൽ എത്രമാത്രം സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റി രേഖപ്പെടുത്തിയിട്ടില്ല. അന്ന് തന്ത്രി അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് അതിനകത്ത് ഉത്തരവാദിത്തം ഒഴിഞ്ഞു പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തന്ത്രിയും മന്ത്രിയും ഒക്കെ ഇതിന്റെ ഒരു പരിധി വരെ ഉത്തരവാദികളാണ്. ഒരു ക്ഷേത്രത്തിന്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി തന്നെയാണ് തന്ത്രി. സിവിൽ നിയമപ്രകാരം ഒരു പെർപ്പച്വൽ മൈനർ ആണ് ഡയറ്റി എന്ന് പറഞ്ഞത്. ആ ഡയറ്റിയുടെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രിക്ക് ഇക്കാര്യങ്ങളെ പറ്റി അറിവുണ്ടായില്ല എന്ന് പറയുന്നത് ശരിയായ വസ്തുതയൊന്നുമല്ല. അപ്രകാരം ശ്രീ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ കുടുംബാംഗത്തിനെ സഹായിക്കാൻ വേണ്ടി അങ്ങനെ തന്നെയാണ്. താങ്കൾ എത്ര താന്ത്രികം പറഞ്ഞാലും സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്ന താന്ത്രിക സമ്പ്രദായം അനുസരിച്ച് ഒരു പിതൃസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. 365 ദിവസം ശബരിമല നടന്നിരിക്കുകയാണെങ്കിൽ 365 ദിവസം അവിടെ ഇരിക്കുന്നുണ്ടല്ലോ തന്ത്രിമാരായിട്ടിരിക്കുന്ന വ്യക്തികള്. ബാക്കി ക്ഷേത്രങ്ങളിൽ പോകുന്നില്ലല്ലോ. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്ലല്ല, ഇങ്ങനെ പരസ്യമായിട്ടല്ല എങ്കിൽ പോലും എങ്ങനെയാണ് ഈ ആ വാതിലുണ്ടല്ലോ, യഥാർത്ഥ വാതിൽ, സ്വർണം ക്ലാഡ് ചെയ്ത ആ യഥാർത്ഥ വാതിൽ, അതും വില എത്രയാണ്, അതിന്റെ വാല്യൂ എത്രയാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ശരി, ഇതിനകത്തൊക്കെയുള്ള ഒരു ദുരൂഹത ഇതിനകത്തൊക്കെ നിഴലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്ത്രി എന്ന് പറയുന്ന വ്യക്തിയൊന്നും ദൈവത്തിന് അതീതരൊന്നുമല്ല. തന്ത്രിക്കും ഇക്കാര്യത്തിൽ ഒരു പരിധി വരെ ഉത്തരവാദിത്തമുണ്ട്. തന്ത്രിയും മന്ത്രിയും ഒക്കെ ഈ കേസുകളിൽ പ്രതിസ്ഥാനത്തേക്ക് രാഹുൽ, ഒരു കാര്യം കൂടി. അല്ല, ഇടയ്ക്ക് എപ്പോഴോ വെച്ച് ഈ യഥാർത്ഥ വാതിൽ, സ്വർണം ക്ലാഡ് ചെയ്ത 2.5 കിലോ സ്വർണം ക്ലാഡ് ചെയ്ത ആ വാതിൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു വിട്ടോ എന്ന് ഹൈക്കോടതി സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ 365 ദിവസത്തെ ആ സാമീപ്യമൊക്കെ അവിടെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, ഇദ്ദേഹം പറയുന്നത്. അതായത് ആരും അറിയാതെ കൊടുത്തു വിട്ടോ എന്നാണല്ലോ. അല്ല, 2 കാര്യങ്ങൾ. ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്, ഈ പ്രാസമുള്ള 5 ഡയലോഗുകൾ അടിച്ചാൽ അത് സത്യമാണോ എന്നില്ല. തന്ത്രിയും മന്ത്രിയും നല്ല പ്രാസമുള്ള ഡയലോഗുകളാണ്, നമ്മളെല്ലാം അറിഞ്ഞിരിക്കാനാണ്. ഒന്ന് പറഞ്ഞോട്ടെ, അങ്ങ് പറഞ്ഞപ്പോ ഞാൻ എതിർത്തില്ലല്ലോ, അങ്ങ് പറഞ്ഞപ്പോ ഞാൻ എടുത്തില്ലല്ലോ, പറയട്ടെ. ശരി, പറയട്ടെ. ഇനി 2, ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് 365 ദിവസവും നട തുറക്കില്ല ശബരിമല. അവിടെയാണ് 365 ദിവസം തന്ത്രി അവിടെ ഇല്ല. അതുകൊണ്ട് തന്ത്രിയെ വക്രീകരിക്കാനും തന്ത്രിയെ മോശമാക്കാനും 365 ദിവസം അവിടെ സാമീപ്യം എന്ന് ധ്വനിക്കുന്ന രീതിയിൽ പറയുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഇനി 2, തന്ത്രി സ്വർണ്ണപ്പണിക്കാരനാണോ? പോയി സ്വർണത്തിന്റെ എന്തെങ്കിലും അളവോ എക്സ്പെർട്ടീസോ തന്ത്രിക്കുണ്ടോ? പോയ കഥവിൽ തിരിച്ച് എത്ര സ്വർണ്ണം ഉണ്ടെന്ന് അറിയാൻ തന്ത്രിക്ക് കഴിയുമോ? തന്ത്രിയാണോ മഹസർ തയ്യാറാക്കുന്നത്? തന്ത്രിയോ മേൽശാന്തിയോ പൂജാ കാര്യങ്ങളിൽ മാത്രവും ദേവന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. തന്ത്രിക്ക് 11/3/2019 മഹസറിൽ എന്തിനാണ് മേൽശാന്തി ഒപ്പിട്ടിരിക്കുന്നത്? മേൽശാന്തിയുടെ ഒപ്പുണ്ടല്ലോ. എന്തിനാണ്? മേൽശാന്തിക്ക് അതിന് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണോ? ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് വ്യക്തിക്കുമുണ്ട്. നിയമത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അറിഞ്ഞിരിക്കാനാണ് ലീഗൽ പൊസിഷൻ എന്ന് പറയുന്നത്. തന്ത്രി റിച്വലിസ്റ്റിക് ഫാദർ ആണ്. അതായത് തന്ത്രി ആചാര കാര്യങ്ങളിലോ ആത്മീയ കാര്യങ്ങളിലോ റിച്വലിസ്റ്റിക് ആയ റൈറ്റ്സിന്റെ കാര്യങ്ങളിൽ മാത്രം, RIGTS അല്ല, RITS, ഇത്തരം കാര്യങ്ങളിൽ മാത്രമേ തന്ത്രിക്ക് അധികാരവുമുള്ളൂ, ഉത്തരവാദിത്വവും ഉള്ളൂ.
ബാക്കി ഒരു കാര്യത്തിലും തന്ത്രിക്ക് അധികാരവും ഇല്ല, ഉത്തരവാദിത്വവും ഇല്ല. അത് ദേവസ്വം ഉദാഹരണം ശ്രീകോവിലിന് തന്ത്രിക്ക് ഉത്തരവാദിത്വം ശ്രീകോവിൽ ഒരു ചോർച്ച ഉണ്ടായിരിക്കട്ടെ, ആ ചോർച്ച അടയ്ക്കാൻ പറയാനല്ലേ തന്ത്രിക്ക് പറ്റൂ? ആ ചോർച്ച അടയ്ക്കുന്ന പണിക്കാരന്റെ മികവ് തന്ത്രിക്ക് അളക്കാൻ പറ്റൂ? ശ്രീകോവിൽ ഒരു ചോർച്ച ഉണ്ടായി, ആ ചോർച്ച ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇത് ലീഗലി ടെനബിളായ പൊസിഷനല്ല. ഈ രണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും പറയാത്ത കാര്യങ്ങൾ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിൽ ഹൈക്കോടതി പോലും പറയാത്ത വാദങ്ങൾ നിങ്ങൾ എവിടെന്നാ പറയണേ? സിപിഎമ്മിന് ഡിഫൻസ് ഒരുക്കുകയാണ്, അതായത് ഇടതുപക്ഷവുമായി ഒത്തു കളിക്കുകയാണ്. സിപിഎമ്മിന് ഡിഫൻസ് ഒരുക്കുകയാണ്. യഥാർത്ഥത്തിൽ സിപിഎമ്മിന് ഡിഫൻസ് വേണ്ടി ഇവർ ഡിഫൻസ് ഒരുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് ബാബറെ കുറിച്ച് പോലും കള്ളം പറയാൻ പറയുകയാണ്. അതായത് യഥാർത്ഥത്തിൽ സിപിഎമ്മിന് ഡിഫൻസ് ഒരുക്കുകയാണ്. സിപിഎമ്മിന് വേണ്ടി ഇവർ ഡിഫൻസ് ഒരുക്കുകയാണ്. സിപിഎംകാര് പറയുന്ന വാദഗതി, ഇന്നലെ സഖാവ് അനിൽകുമാർ അടക്കം പറയുന്ന തന്ത്രിയും ഇതിൽ അന്വേഷിക്കണമെന്ന് പറയുന്ന വാദഗതി ഇവർ കൊണ്ടുവരുന്നത് സിപിഎമ്മിന്റെ ബോർഡിന് ഡിഫൻസ് ഒരുക്കുകയാണ്. നിങ്ങളുടെ നിലപാട് തന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അല്ല, ഇത് മറ്റൊരു കാര്യമുണ്ട്. ഒരു സെക്കൻഡ്, അല്ലല്ല, അതിൽ ക്ലാരിഫിക്കേഷൻ വേണം. സിപിഎമ്മിന്റെ ഒക്കെ നിലപാട് എന്ന് പറയുമ്പോൾ തന്ത്രിക്കാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നാണ്. അവർ അവിടെ നിന്ന് ഭരണസമിതിയെ മാറ്റി നിർത്തുകയാണ്. നിലപാട് ശരിയാണെന്ന് പറയുന്ന ശ്രീ അനിലിന്റെ നിലപാട് കേരളത്തിലെ ഭക്തർ കാണണം. ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട സിപിഎമ്മിനോട് ബന്ധപ്പെട്ട ബോർഡിന് ഡിഫൻസ് ഒരുക്കുന്ന അനിൽകുമാറിന്റെ പ്രസ്താവനകളോട് യോജിക്കുന്ന അഡ്വക്കേറ്റ് അനിലിന്റെ നിലപാട് കേരളം മനസ്സിലാക്കട്ടെ. ആലോചിച്ച് സിപിഎം ആണ് പ്രതിക്കൂട്ടിൽ, ദേവസ്വം ബോർഡാണ് പ്രതിക്കൂട്ടിൽ. നിങ്ങൾ വാവരുടെ വിഷയമൊന്നും ഇവിടെ കൊണ്ടുവരണ്ട. അല്ല രാഹുലെ, വാവരുടെ വിഷയമൊന്നും അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാഹുൽ നിർത്തോ, അത് മനസ്സിലായി. അല്ല, താങ്കൾ പറഞ്ഞു, താങ്കൾ പറയുന്നത് സിപിഎമ്മിന്റെ അതേ നിലപാട് തന്നെയാണ് ഷാബു പ്രസാദും അനിലും പറയുന്നത് എന്നാണ്. അതിൽ ഷാബുവിന്റെ ഒരു മറുപടി വേണം. കാരണം സിപിഎം പറയുന്നത് തന്ത്രിയുടെ അറിവോടെയാണ് എല്ലാം ചെയ്തത്, അതിൽ ഭരണസമിതിക്ക് ഉത്തരവാദിത്വമില്ല എന്നാണ്. ഷാബു അതിനുള്ള മറുപടി. മഞ്ജുഷേ, സിപിഎം എന്തു പറയുന്നു എന്നുള്ളത് എന്റെ വിഷയമല്ല. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാവുന്ന കാര്യത്തിൽ നമ്മുടെ അനുഭവത്തിന്റെയും കാര്യത്തിലാണ് പറയുന്നത്. ശബരിമല നട തുറന്നിരിക്കുന്ന സമയത്തും മുഴുവനും തന്ത്രി അവിടെ ഉണ്ട്. ഒരു വർഷത്തില് 41 മണ്ഡലക്കാലവും ഈ തീർത്ഥാടന കാലവും മാസപൂജയും 5 ദിവസം തുറന്നു വെച്ചിരിക്കുന്നതും അങ്ങനെ പല എല്ലാം കൂടെ കൂട്ടിവെച്ച് 180 ദിവസം നട തുറക്കുന്നുണ്ട് ശബരിമല. ആ 180 ദിവസവും തന്ത്രി എവിടെ ഉണ്ട്? മേൽശാന്തി ഉണ്ടല്ലോ. ആ ദേവന്റെ ശ്രീകോവിലിന്റെ വാതിൽ ഇളക്കിക്കൊണ്ട് പോയതിന്റെ അകത്ത് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇളക്കിക്കൊണ്ട് പോയതിന്റെ അകത്ത് തന്ത്രി ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞാണ് എന്നാണ് ഈ രാഹുൽ ഈശ്വർ പറയുന്നതെന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ രാഹുൽ ഈശ്വർ വേറെ ആളെ. എല്ലാം പ്രശ്നമാണ്. അല്ലല്ല, ആത്യന്തികമായി സ്വർണം അവിടെ നിന്ന് കട്ടത് തന്നെയാണ് പ്രശ്നം. ഇതറിയാതെ പോയതും പ്രശ്നമാണ് രാഹുൽ, ഇതറിയാതെ പോയതും പ്രശ്നമാണ്. കഴിഞ്ഞ 6 വർഷം ഇതാരും അറിഞ്ഞില്ല. ഒടുവിൽ ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് 2025 സെപ്റ്റംബറിൽ രാഖി രാമായണം സന്നിധാനത്ത് നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി എന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ ബോധിപ്പിച്ചപ്പോഴാണ് എല്ലാവരും അറിയുന്നത് എന്നാണ് നാട്യം വരുന്നത് അന്നേരമാണ്. എന്ത് വലിയ തെറ്റിദ്ധാരണയാണ്. അതായത് സ്വർണ്ണ ക്ലാഡിംഗ് ഉള്ള ആ പ്രത്യേക വാതിൽ ഇളക്കിയെടുത്തതല്ല പ്രശ്നം.
അതിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിയതാണ്. അതെ, അതല്ലെന്ന് ആരാണ് പറഞ്ഞത്? ഗോൾഡ് ആ സ്വർണ്ണം അടിച്ചു മാറ്റിയില്ലോ എന്ന് തന്ത്രിക്ക് എങ്ങനെ അറിയാം? തന്ത്രി സ്വർണ്ണ പണിക്കാരനാണോ? ശബരിമല നട തുറന്നിരിക്കുന്ന സമയത്ത് ഈ വാതിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന് തന്ത്രി പറഞ്ഞാൽ അത് കൊണ്ടുപോകാൻ കഴിയുമോ? അങ്ങനെ ആ ഗോൾഡ് ക്ലാഡിംഗ് എടുത്തതല്ലേ പ്രശ്നം? ഇപ്പം കൊള്ള അടിച്ചതാണോ പ്രശ്നം? അവിടത്തെ ശ്രീകോവിലിന്റെ വാതിൽ ഇളക്കിയെടുത്താണോ പ്രശ്നം? വാതിൽ ഇളക്കിയെടുത്ത് അതിൽ നിന്ന് സ്വർണ്ണം മാറ്റിയതല്ലേ പ്രശ്നം? അത് പ്രത്യേകിച്ച് നട തുറന്നിരിക്കുമ്പോൾ പോകേണ്ട ഒരു കാര്യവുമില്ല. ഉത്തരവാദിത്വം തന്ത്രിക്കുണ്ടായിരുന്നു. ഈ വാതിൽ ഒരു കുഴപ്പവുമില്ല. ഒരു കുഴപ്പമില്ലാത്ത ഈ വാതിൽ ഇപ്പോഴെന്തിനു കൊണ്ടുപോകുന്നു? ചോദിക്കാൻ തന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. തിരിച്ചു വന്ന വാതിലിന് 3 കിലോഗ്രാം സ്വർണ്ണ ക്ലാഡിംഗ് ഉണ്ടെങ്കിൽ ഈ വിവാദം ഉണ്ടാവുമായിരുന്നോ? വാതിൽ ഇളക്കിയെടുത്തതല്ല. ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണം അടിച്ചു മാറ്റിയല്ലേ പ്രശ്നം? ഈ തിരിച്ചു വന്ന വാതിലിന് 3 വാതിൽ ഇളക്കിയെടുത്തതുകൊണ്ടാണ് സ്വർണ്ണം അടിച്ചു മാറ്റിയത്. ഒരു കാര്യം കൂടി ഇളക്കി മാറ്റിയ വാതിലാണോ എന്നറിയില്ല, അതാണോ എന്നറിയില്ല. അവിടെ സന്നിധാനത്ത് തന്നെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആ വാതിൽ കിടപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വിജിലൻസ് പോയി അതെടുത്ത് റൂമിലേക്ക് മാറ്റി. അറിയില്ല, ആണോന്ന് അറിയില്ല. ഏതോ ഒരു വാതിൽ ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ ഒരു മഹസർ തയ്യാറാക്കണമല്ലോ. അന്ന് അതിനകത്ത് എന്തൊക്കെയാണ്, അതിന്റെ പ്രത്യേകതകൾ എന്താണ്, അതിന്റെ സ്വഭാവം എന്താണ് തുടങ്ങിയ ഒരു മഹസർ വാതിൽ ഇളക്കുമ്പോൾ തയ്യാറാക്കുന്നു. അതിനുശേഷം അത് ഞാൻ പറയാം ഇളക്കുമ്പോൾ ഒരു മഹസർ തയ്യാറാക്കണം. അതിനുശേഷം ചെന്നൈയിൽ കൊണ്ടുപോയി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും വൃത്തികേട് കാണിച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോൾ വാതിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയില്ല. വാതിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയില്ല. വാതിൽ ഇളക്കി അളവെടുത്ത് പകരം പുതിയ വാതിൽ പണിത് കൊണ്ടുവരികയായിരുന്നു. പുതിയ വാതിൽ പണിത് കൊണ്ടുവരികയായിരുന്നു. പിന്നെ അത് കൊണ്ടുപോയി സ്വർണം പൂശിയിട്ട് കൊണ്ടുവരികയായിരുന്നു. ആ പഴയ വാതിൽ സന്നിധാനത്ത് തന്നെ ഉണ്ടായിരുന്നു. ശരി, ഞാനത് ബൽദേവിലേക്ക് കൂടെ പോവുകയാണ്. ബൽദേവ് ഇക്കാര്യത്തിലല്ല ചർച്ച തന്ത്രിയിലേക്ക് പോയി. പക്ഷെ തന്ത്രിയുടെ കാര്യം ഹൈക്കോടതിയുടെ ഉത്തരവിനൊരിടത്തും പറയുന്നുമില്ല. ബൽദേവ് താങ്കളുടെ നിലപാട് കൂടി ഇക്കാര്യത്തിൽ അല്ല. ബൽദേവ് കൂടി പറയട്ടെ. രാഹുൽ നിർത്തൂ. രാഹുൽ പ്ലീസ് നിർത്തൂ. രാഹുൽ പ്ലീസ് കഞ്ഞി വെക്കുകയാണ്. ശരി, ബൽദേവ് പറയട്ടെ. ബൽദേവ് ഞാനൊന്ന് പറയട്ടെ. പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയുണ്ട്? ഹൈക്കോടതി തന്ത്രിയെ പറ്റിയും മന്ത്രിയെ പറ്റിയും പറഞ്ഞിട്ടില്ല എന്നുള്ള കാരണത്താൽ അവരൊക്കെ ദിവ്യന്മാരും വിശുദ്ധ പശുക്കളുമാണെന്ന് താങ്കൾ ധരിക്കരുത്. താങ്കൾ ബഹളം വെച്ചതുകൊണ്ടോ ഓരോ നിലപാടുകൾ ഓരോ സാഹചര്യം താങ്കൾ പറയുന്നത് ഈ തന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് അനിൽകുമാർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതൊരു പരിധിവരെ ശരിയാണ്. ഒരു പരിധിവരെ ശരിയല്ല. ഞങ്ങളോട് പറയട്ടെ. ഷാഹു പ്രസാദ് രാഹുലെ ഞാനെന്ന് പറഞ്ഞിട്ട് പിന്നെ ബഹുമാനപ്പെട്ട ഷാഹു പ്രസാദ് പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ തുടങ്ങാം. അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങള്. ദേവസ്വം മന്ത്രി അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല. തന്ത്രിയുടെ കാര്യം പറഞ്ഞു. ദേവസ്വം മന്ത്രിക്ക് ദൈവവിശ്വാസം വേണം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോയത് ദൈവവിശ്വാസം ഉണ്ടല്ലോ. ഞാനും നിരീശ്വരവാദിയാണ്. പക്ഷേ ദേവസ്വം മന്ത്രിയെ നിയമിച്ചിരിക്കുന്ന തന്നെ ദേവസ്വത്തിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകണം. കഴിഞ്ഞ 2024 ശബരിമല ദർശനത്തെക്കുറിച്ച് മനോരമ എഡിറ്റോറിയൽ വരെ എഴുതി. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും നല്ലതുപോലെ ശബരിമല ദർശനം നടന്ന ഒരു കാലഘട്ടമില്ല എന്ന് 2024 നിങ്ങൾ എല്ലാവരും അത് വായിച്ചിട്ടുണ്ടാവും. രാഹുൽ ഈശ്വരനും എല്ലാവരും. പിന്നെ തന്ത്രിയുടെ കാര്യം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതിനകത്ത് 2 ഭാഗത്തും 50% ഇത് ശരിയും തെറ്റുമുണ്ട്. കാരണം നിയമപരമായിട്ട് തന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല. കാര്യം ദേവസ്വം ബോർഡും അതിന്റെ ഭാരവാഹികൾക്കുമാണ് നിയമപരമായ ഉത്തരവാദിത്വം. പക്ഷെ ധാർമ്മികമായിട്ട് തന്ത്രിക്ക് പോറ്റിക്ക് ഉത്തരവാദിത്വമുണ്ട്. കാര്യം ഒരു അമ്പലത്തിൽ ഇപ്പൊ എന്റെ അടുത്ത് 2-3 ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹം പുതുക്കി പണിയണമെങ്കിലോ അമ്പലം പുതുക്കി പണിയണമെങ്കിലോ തീരുമാനങ്ങൾ എടുക്കുന്നത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ്. അത് പോറ്റിയുമായിട്ട് ആലോചിച്ചിട്ടല്ല. പക്ഷേ അത് തന്ത്രവിധി പ്രകാരമായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം തന്ത്രിക്കാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്ന് ഒരു സാധനം പുറത്തു കൊണ്ടുപോകും. വിശേഷിച്ച് ശബരിമല ഒരു ക്ഷേത്രത്തിൽ അതിന്റെ മാനുവലിൽ പ്രത്യേകം പറയുന്നുണ്ട്. ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത്, ആ ക്ഷേത്രത്തിൽ മാത്രമല്ല ഒരു ക്ഷേത്രത്തിലും ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ നിന്ന്
യാതൊന്നും ചില പൂജാതി കർമ്മങ്ങൾ നടത്താതെ കൊണ്ടുപോവുകയോ തിരിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്താതെ തിരിച്ചുകൊണ്ടുവരാനോ പാടില്ല. കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങൾ പോലും ഉണ്ട്. നമുക്കറിയാം, രാഹുലിന് അറിയാം, നമ്മൾ അമ്പലങ്ങളിൽ കൊടിമര ഉയർത്തുന്നു. ചുറ്റുമതിലില്ലാത്ത അമ്പലത്തിൽ കൊടിമര ഉയർത്താൻ പാടില്ല എന്നാണ്. കാര്യം ഈ അമ്പലത്തിന്റെ ചൈതന്യം 4 വഴിക്കോട്ടും പ്രസരിക്കും, അങ്ങനെ പോകാൻ പാടില്ല. അതാണ് ചുറ്റുമതിന്റെ ഒരു ഐതിഹ്യം തന്നെ. അപ്പൊ അതുപോലെ ആ ക്ഷേത്ര കോമ്പൗണ്ടിനകത്താണ് പ്രധാനമായിട്ട് അമ്പലത്തിന്റെ ചൈതന്യം നിൽക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അതിന് പുറത്ത് കൊണ്ടുപോകുമ്പോൾ തന്ത്രിയും പോറ്റിയും അറിഞ്ഞിരിക്കണം. നിയമപരമായിട്ട് ഒരു കുറ്റക്കാരെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കോടതിയുടെ ആ ഫൈൻഡിങ്സും. പക്ഷേ ധാർമ്മികമായിട്ട് അവിടുത്തെ മേൽശാന്തിയും തന്ത്രിയും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതതിന്റെ മറ്റൊരു വശം. പിന്നെ കോടതി അവരെ കുറിച്ച് വിമർശിച്ചിട്ടില്ല, കോടതി ഞങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല, കോടതി CPM-നെ കുറിച്ചോ CPI കുറിച്ചോ മറ്റാരെ കുറിച്ചും പറഞ്ഞിട്ടില്ല. ഇതുവരെ പറഞ്ഞിരിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, വാസുവിനെ കുറിച്ചാണ്. പക്ഷേ തീർച്ചയായിട്ടും അന്വേഷണം ചെല്ലുമ്പോൾ ദേവസ്വം ബോർഡിലേക്ക് ചെല്ലും. എനിക്ക് ഇപ്പോഴും അതിശയമായിട്ടിരിക്കുന്ന ഒരു കാര്യം, ദേവസ്വം ബോർഡിന്റെ മിനിറ്റിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ഈ കമ്മിറ്റി തീരുമാനമെടുക്കാതെ ഇത് എങ്ങനെ കൊണ്ടുപോകുമെന്നാണ് എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള മേഖല ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു കാര്യം എന്ത് ചെയ്യണമെന്ന്, വിശേഷിച്ച് അമ്പലത്തിന്റെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ടത്, ദ്വാരപാലകരുമായി ബന്ധപ്പെട്ടത്, കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണവിലയുള്ള സാധനങ്ങൾ, ഇതൊക്കെ അഴിച്ചു മാറ്റുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉൾപ്പെടുന്ന കമ്മിറ്റി, അതിനകത്ത് കമ്മീഷണറും വരും, ദേവസ്വം സെക്രട്ടറി വരും, ഒഫീഷ്യൽ മെമ്പേഴ്സ് കൂടാതെ അല്ല എക്സ് ഒഫീഷ്യൽ മെമ്പർമാർ വരും. ഇവരെല്ലാവരും ഒപ്പിട്ട് വേണ്ട കാര്യങ്ങൾ കൊണ്ടുപോകാൻ. അങ്ങനെ ഒരു മിനിറ്റ്സ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇല്ല. അങ്ങനെ മിനിറ്റ്സ് ഇല്ലാതെയാണ് ഈ സാധനങ്ങൾ കൊണ്ടുവരിക്കുന്നത്. ആകെയുള്ള മകസർ എന്താ? ഈ വിഗ്രഹങ്ങൾ, ഈ ദ്വാരപാലകരെ ഇറക്കി മാറ്റിയപ്പോൾ അതിന്റെ ഒരു മകസർ, തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഒരു മകസർ. ഇതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ തട്ടിപ്പ് മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ്. മിനിറ്റ്സും ഇല്ല, മഹസർ ഇതൊക്കെയാണ് പറയുന്നത്. ഇടതുപക്ഷം നിയമിച്ച, ഇടത് സർക്കാർ നിയമിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി എന്ന് പറയുന്നത് വൻ തട്ടിപ്പായിരുന്നു എന്നുള്ളത്. അത് അന്വേഷണത്തിലൂടെ പുറത്തു വരണം. ഭരണസമിതി പ്രതിയാകണം, പ്രസിഡന്റ് പ്രതിയാകണം, അംഗങ്ങളും. അത് ഇപ്പോഴത്തെ മാത്രമല്ല, അന്നത്തെ പ്രസിഡന്റുമാരും അന്നത്തെ അംഗങ്ങളും ഒക്കെ പ്രതിയാകണം. എന്നാൽ മാത്രമേ ഈ അന്വേഷണത്തിൽ വിശ്വാസത വരികയുള്ളൂ. വെറുതെ പറഞ്ഞാൽ പോരാ, അന്വേഷണത്തിൽ അവരെ പ്രതിയാക്കണം. ഇപ്പോൾ വാസു മാത്രമേ പ്രതിയായിട്ടുള്ളൂ. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ഭരണസമിതിക്ക് പങ്കോ? പങ്കുണ്ടെന്ന് 95% പ്രേക്ഷകർ. വേണ്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.